പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ മഹാത്മാഗാന്ധിക്കെതിരെ ഇരുന്ന് അയാൾ ഇപ്പോഴും ചിരിക്കുകയാണ്. ഗാന്ധിക്ക് മുകളിലാണ് സവർക്കർ എന്ന് വരുത്തി തീർക്കാൻ ഫാഷിസ്റ്റ് ഭരണകൂടം ശ്രമിച്ചതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങിയാണ് രാജ്യത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യദിനം കടന്നുപോകുന്നത്. സ്വാതന്ത്ര്യസമരത്തെ ഒറ്റിക്കൊടുത്ത, രാജ്യത്ത് വിഭജന രാഷ്ട്രീയത്തിന് വിത്തുപാകിയ സവർക്കർ എങ്ങനെ മഹാത്മാഗാന്ധിക്കൊപ്പമാകും? കോടിക്കണക്കിന് ജനങ്ങൾ ചോരയിട്ടുവാങ്ങിയ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വത്തെ മാപ്പിരക്കലിൻ്റെ മ്ലേച്ഛതയുമായി തുലനം ചെയ്യുന്നത് എങ്ങനെയാണ്? ഗാന്ധിവധത്തിൽ പങ്കുള്ള RSSനെ പുകഴ്ത്തിയ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഗാന്ധി നിന്ദയല്ലാതെ മറ്റെന്താണ്? ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത് ശാരീരികാധ്വാനം പാഴാക്കരുതെന്ന് പറഞ്ഞ ഗോൾവാൾക്കറുടെ പിന്മുറക്കാർ രാജ്യം ഭരിക്കുമ്പോൾ സവർക്കർ വാഴ്ത്തപ്പെടുകയും മഹാത്മാഗാന്ധി വീഴ്ത്തപ്പെടുകയും ചെയ്യുന്നതിൽ അത്ഭുതപ്പെടുന്നത് അനവസരത്തിലെ പെരുമാറ്റമാകും. 1948 മുതൽ സംഘപരിവാർ രാഷ്ട്ര ശരീരത്തിൽ ഏർപ്പിക്കുന്ന മുറിവുകൾ ഉണക്കാനുള്ള മരുന്ന് മതനിരപേക്ഷ ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നത് മാത്രമാണ്. ആ ശ്രമങ്ങൾക്കുള്ള കരുത്ത് പകരലാകണം ഓരോ സ്വാതന്ത്ര്യ ദിനവും. ഗാന്ധിക്ക് മുകളിലോ സവർക്കർ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, BJP നേതാവ് അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവരാണ്. സ്വാഗതം മൂന്ന് പേർക്കും. ഒരുപക്ഷെ ശ്രീ കൃഷ്ണദാസ്, ഈ ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ഇന്നത്തെ തലവാചകമായി കൊടുത്തത് സവർക്കർക്കും ഗാന്ധിക്കും മുകളിലോ സവർക്കർ എന്നാണ്. പക്ഷേ എനിക്കിപ്പോൾ ഈ സാഹചര്യത്തിൽ അതൊരു തെറ്റുപറ്റിയെന്ന് തോന്നുന്നു. കാരണം ഗാന്ധിക്കും മുകളിലല്ല, ഗാന്ധിക്കൊപ്പം എങ്ങനെ സവർക്കറെ പ്രതിഷ്ഠിക്കുമെന്നുള്ള ഒരു വല്ലാത്ത ചോദ്യം ആണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ചതുപോലെയുള്ള ഒരു ചരിത്രപരമായ മ്ലേച്ഛത രാജ്യം വേറെ കണ്ടിട്ടില്ല. അതാണ് നേരത്തെ പറഞ്ഞ ഗാന്ധിക്ക് മുൻപിലിരുന്ന് അദ്ദേഹം ചിരിക്കുകയാണ്. എന്ത് യോഗ്യതയാണ് ഗാന്ധിക്ക് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിക്കാനുള്ളത്? എന്ത് യോഗ്യതയാണ് സവർക്കർക്കുള്ളത്? ശ്രീ P കൃഷ്ണദാസ്. ശ്രീ സുഗതൻ, അങ്ങയുടെ ഇൻട്രൊഡക്ഷനിൽ അങ്ങ് പറഞ്ഞ കാര്യങ്ങളോട് എനിക്കുള്ള ചെറിയൊരു വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒന്ന്, ഗാന്ധി വധത്തിന്റെ പേര് അങ്ങ് RSSന്റെ കൂടി ചേർത്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. അത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്, യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാത്തതാണ്. ഒന്നുകിൽ അങ്ങയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ അങ്ങ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജഡ്ജ്മെന്റിൽ കോടതിയുടെ പരാമർശങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ വരാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മനഃപൂർവ്വമായി അങ്ങ് ഇൻട്രൊഡക്ഷനിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് ശ്രീ സവർക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സവർക്കറെ സംബന്ധിച്ച് അങ്ങ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങൾ ഈ ചർച്ചയിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഗാന്ധിജിയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ സവർക്കറുമായി ഒരുമിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ നാളുകളിൽ സവർക്കർ ഉന്നയിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് വലിയ വിയോജിപ്പുകൾ പുറപ്പെടുവിക്കാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിയോജിപ്പുകൾ കാണിക്കാതെ, ഓരോ മേഖലയിലും ഓരോ നേതൃത്വം കൊടുത്തുകൊണ്ട് പോകുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു ഭാഗം എന്ന നിലക്ക് മാത്രമേ നമ്മൾ അതിനെ കാണേണ്ടതുള്ളൂ. നേതാജി സുഭാഷ് ചന്ദ്രബോസും അതുപോലെ തന്നെ സവർക്കർ അടക്കമുള്ള നേതാക്കന്മാരും നിരവധി നേതാക്കന്മാർ ഗാന്ധിജിക്കൊപ്പം സമരത്തിന്റെ ഭാഗമായി നിന്നിട്ടുണ്ട്. പ്രത്യേകമായി അവരുടെ സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സംഘടനകൾക്കൊപ്പം ചേർന്നുകൊണ്ട് പ്രത്യക്ഷത്തിൽ സമരം ചെയ്തിട്ടുള്ള നേതാക്കന്മാരാണ്. അവരെല്ലാം നാളുകളോളം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ ഒരു വിഷയത്തെ തന്നെ തുലനം ചെയ്തുകൊണ്ട് പറയുമ്പോൾ അതിൽ പ്രധാനമായും ഒരു പരസ്പര തുലനത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. കാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടങ്ങളിൽ നിരവധി മാർഗത്തിൽ, നിരവധി തരത്തിൽ, നിരവധി രൂപത്തിൽ സമരങ്ങൾ രാജ്യത്തെമ്പാടും പല സംസ്ഥാനങ്ങളിലും പല പ്രവിശ്യകളിലും നടന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നു, അന്നത്തെ കാലഘട്ടത്തിൽ പ്രവിശ്യകൾ, പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങൾ, അവിടെ എല്ലാം ആ തരത്തിൽ വ്യത്യസ്ത രൂപത്തിലാണ് സമരങ്ങൾ നടന്നിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും ഒരേ രൂപത്തിലോ എല്ലാ സ്ഥലത്തിലും ഒരേ നേതാക്കന്മാരോ അല്ല നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ദേശീയ നേതാക്കന്മാരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ദേശവ്യാപകമായ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ശ്രീ നേതാജി സുഭാഷ് ചന്ദ്രബോസും ശ്രീ VD സവർക്കർ അടക്കമുള്ള ആളുകളും. അവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമരത്തിൽ ഇറങ്ങിയിട്ടുള്ള നിരവധി ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അവർ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, അവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ
പല രീതിയിലാണല്ലോ ആ കാലഘട്ടങ്ങളിൽ സമരം നടത്തി. ഇപ്പൊ നമുക്ക് ആദ്യത്തെ സമരം എന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ പറയുന്ന അത് ശിപ്പായികളെ കൈയുടെ പേരിലാണെങ്കിലും നാട്ടുരാജ്യങ്ങൾ നാട്ടുരാജാക്കന്മാർ ഉയർത്തിയിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളാണെങ്കിലും പഴശ്ശിരാജാവ് അടക്കമുള്ള ആളുകൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളൊക്കെ ഒളിയുദ്ധങ്ങൾ എന്ന് നാം പറയുന്ന യുദ്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നിരവധി പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സമരങ്ങളെയും വ്യത്യസ്തമായിട്ടുള്ള രീതികളെയും നമുക്ക് ഒരു വിഷയവുമായി ചേർത്തുകൊണ്ട് കാണാൻ വേണ്ടി കഴിയില്ല എന്നതാണ്. പിന്നെ അങ്ങ് ചോദിച്ചത് ഗാന്ധിജിക്കൊപ്പമാണോ ഗാന്ധിജിക്ക് മുകളിലാണോ? എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സാധാരണ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭടൻ പോലും ഒരാൾക്കും മുകളിലോ ഒരാൾക്കും താഴെയോ അല്ല. അവർ ഈ രാജ്യത്തെ അടിമത്വത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ അടിമകളാക്കി ഭരിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നിരന്തരമായി നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമാണ്. യെസ് യെസ് അത് തന്നെയാണ് താങ്കൾ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. താങ്കൾ പറഞ്ഞത് തന്നെയാണ് ശരി. അങ്ങനെ നിരവധി ധാരകളിലൂടെ ഉയർന്നു വന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, അതിൽ ഒരുപാട് പേർ ചോരയിറ്റിച്ചിട്ടുണ്ട്, ഒരുപാട് പേർ മരിച്ചിട്ടുണ്ട്, അങ്ങനെ നേടിയെടുത്താണ് സ്വാതന്ത്ര്യം. അവിടെയാണ് ചോദ്യം. താങ്കൾ പറഞ്ഞ ഈ RSSന്റെ പങ്ക് എവിടെയാണ്? സവർക്കറിൻ്റെ പങ്കാണ് താങ്കൾ നേരത്തെ ഞാൻ പറഞ്ഞ ആമുഖവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്. RSSന് ഗാന്ധിവധത്തിൽ പങ്കുണ്ടോ എന്നുള്ളത് കാലങ്ങളായി ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചില അസത്യ പ്രസ്താവനകൾ താങ്കൾ അടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. RSS എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതും അന്ന് നടത്തിയ അന്വേഷണത്തിൽ വന്ന ചില പിഴവുകൾ സവർക്കറെ രക്ഷപ്പെടുത്തിയതുമൊക്കെ നമുക്കറിയാം. RSSനെ നിരോധിച്ചതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതോടൊപ്പം തന്നെയാണ് താങ്കൾ പറഞ്ഞത് VD സവർക്കറിനെ പോലെയുള്ള നിരവധി പേർ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗാന്ധിയും സവർക്കറും പല ഘട്ടങ്ങളിൽ ചില യോജിപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ് യോജിപ്പ് എന്നുള്ള കാര്യമാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. സവർക്കർ ഉയർത്തിയ തീവ്ര ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയം ഏത് കാലഘട്ടത്തിലാണ് ഗാന്ധി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്? എവിടെയാണ് സമരസപ്പെട്ടിട്ടുള്ളത് സവർക്കറുമായി ഗാന്ധിജി? താങ്കൾ പിന്നെ പറഞ്ഞത് ഒരുപക്ഷേ RSS രക്ഷപ്പെട്ടു പോയതാണ്, സവർക്കർ രക്ഷപ്പെട്ടു പോയതാണ്. അത് അന്നത്തെ കാലത്തെ നെഹ്റു സർക്കാരിന് പറ്റിയൊരു വീഴ്ച തന്നെയാണ്, അന്വേഷണത്തിൽ പറ്റിയ വീഴ്ച. അതോടൊപ്പം തന്നെ മാപ്പ് സാക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. മാപ്പ് സാക്ഷി പറഞ്ഞതിൽ സവർക്കർ എന്ന് പറയുന്ന പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം രസകരമായി ഈ സാരഥ്യം പറയേണ്ടത്, ഈ മഹാത്മാഗാന്ധി നമ്മൾ പറഞ്ഞല്ലോ, മഹാത്മാഗാന്ധിയും വീർ സവർക്കർ, നിങ്ങളാണ് പറയുന്നത് വീർ സവർക്കർ എന്ന്. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനതയും സവർക്കർ എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. ചരിത്ര പാഠപുസ്തകമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ഈ വീർ സവർക്കറിനെ കുറിച്ച്. ഈ വീർ സവർക്കർ എന്ന് പറയുന്ന അദ്ദേഹം വീരനായത് എങ്ങനെയെന്നുള്ളത്, വീരത്വമാകുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. താങ്കൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെയാണ് ഗാന്ധി സമരസപ്പെട്ടത് സവർക്കറുമായി? ശ്രീ സജു സുഗതൻ, ഞാൻ അതുകൊണ്ടാണ് അങ്ങയോട് സൂചിപ്പിച്ചത്, സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമരം നയിച്ചിട്ടുള്ള ഒരു സാധാരണ സ്വാതന്ത്ര്യ സമര ഭടൻ മുതൽ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഏത് നേതാക്കന്മാരാണെങ്കിലും ഞാൻ അങ്ങയോട് തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. മഹാത്മാഗാന്ധി അടക്കമുള്ള ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നതിന് മുൻപ് സ്വാതന്ത്ര്യ സമരം നടന്നിട്ടില്ലേ? സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ നടന്നിട്ടില്ലേ? നിരവധി പ്രദേശങ്ങളിൽ നാട്ടുരാജ്യങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അതാത് പ്രദേശത്തെ ആളുകൾ തയ്യാറായിട്ടില്ലേ? ഗാന്ധിജി അടക്കമുള്ള ആളുകൾ അങ്ങനെ പേരറിയുന്നവരും പേരറിയാത്തവരുമായ അനേകായിരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, ഈ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട്. എവിടെയാണ് ഒരു RSS നേതാവിൻ്റെ പേര്? എവിടെയാണ് ഒരു RSS നേതാവ് ഒരു ബ്രിട്ടീഷുകാരനെ കല്ലെറിഞ്ഞതിൻ്റെ പേരിൽ അകത്ത് കിടന്നിട്ടുള്ളത്? ഈ സവർക്കറിൻ്റെ കേസ് നമുക്കറിയാം, വല്ലാതെ കൊട്ടിഘോഷിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ആൻഡമാൻ ജയിലിൽ കടന്നതാണെന്നുള്ളത്. അവിടെ ഒരു ബ്രിട്ടീഷുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി 28 വർഷം ശിക്ഷിച്ചതാണ് സവർക്കർ എന്ന് രാജ്യം ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ആ സവർക്കറെയാണ് സ്വാതന്ത്ര്യ സമര സേനയായിട്ട് നിങ്ങൾ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്നത്. താങ്കൾ പറഞ്ഞതിലുണ്ട് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ, കൃത്യമാണ്. ഈ രാജ്യത്തെ പല ഘട്ടങ്ങളിൽ പല ആളുകൾ മരിച്ചു വീണവർ, പേരുള്ളവർ പേരറിയാത്തവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ ഒരു പേര് പോലും ഒരു RSSകാരൻ്റെതില്ല. സവർക്കറിൻ്റെ പേര് പടഞ്ഞ് നടക്കുന്നതിൻ്റെ ഒരു മ്ലേച്ഛതയുണ്ടല്ലോ. KT കുഞ്ഞിക്കണ്ണൻ CPM നേതാവ് നമുക്ക് പറ്റുന്നു. KT കുഞ്ഞിക്കണ്ണൻ, ഒരുപക്ഷെ P കൃഷ്ണദാസ് പറഞ്ഞ് താങ്കൾ കേട്ടിട്ടുണ്ടാകണം. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്ന്, RSSന് ഗാന്ധിവധവുമായി ബന്ധമില്ല എന്നുള്ളതാണ്. 2, ഗാന്ധിയുമായി പല ഘട്ടങ്ങളിൽ സമരസപ്പെട്ടിട്ടുണ്ട് വീർ സവർക്കർ. അതോടൊപ്പം തന്നെ പല ധാരകളിൽ പലരും ഇവിടെ സമരം നടത്തിയിട്ടുണ്ട്, അതിൽ RSSും ഉണ്ടായിരുന്നു. അങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? RSS ഒരു സംഘടന എന്ന നിലക്ക് ഹിന്ദു മഹാസഭ, അതാണല്ലോ സവർക്കറുടെ പ്രസ്ഥാനം, ഹിന്ദു മഹാസഭ ഒരു സംഘടന എന്ന നിലക്ക് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു പങ്കുവഹിച്ചതായിട്ട് ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. മിസ്റ്റർ VD സവർക്കർ ജയിലിലേക്ക് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. തീവ്ര ദേശീയവാദ നിലപാടുകളിൽ നിന്നുകൊണ്ട് മറാത്ത ബ്രാഹ്മണ്യത്തിൻ്റെ പുനഃസ്ഥാപനം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം മറാത്തികൾക്കിടയിൽ ഉണ്ടാക്കിയ സംഘടനയുടെ പേരാണ്
അഭിനവ് ഭാരത് സംഘടന എന്നത്. ആ അഭിനവ് ഭാരത് സഭയുടെ നേതൃത്വത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട ചെറുപ്പക്കാരെ വെച്ച് അദ്ദേഹം 2 കൊലപാതകങ്ങൾ നടത്തി. അതിനാവശ്യമായിട്ടുള്ള ആയുധങ്ങൾ എത്തിച്ചതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസാണ് സവർക്കറെ 1 വർഷത്തെ അന്വേഷണത്തിൻ്റെയും വിചാരണയുടെ അടിസ്ഥാനത്തിൽ 1ഉം 2ഉം കേസുകളിലായിട്ട് 2 ജീവപര്യന്തം ശിക്ഷിക്കുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് നിയമമനുസരിച്ച് 25 വർഷക്കാലമാണ് ജീവപര്യന്തം. അങ്ങനെ 50 വർഷക്കാലത്തെ തടവ് ജീവിതം കിട്ടി. അദ്ദേഹം അന്തമാനിലേക്ക് സെല്ലുലോർ ജയിലിലേക്ക് പോയി. ആ സെല്ലുലോർ ജയിലിലെത്തിയ ഉടനെ ഒന്നാമതായി അദ്ദേഹം ചെയ്തത് തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയല്ല, ഭീരുത്വം മൂലം 50 വർഷക്കാലം നീണ്ട തടവ് ജീവിതത്തെ സംബന്ധിച്ച ഭീരുത്വം മൂലം, ഭയം മൂലം അദ്ദേഹം കീഴടങ്ങി. അദ്ദേഹം ജയിലധികൃതരോട് വൈറ്റ് പേപ്പർ ആവശ്യപ്പെട്ട് മാപ്പപേക്ഷ എഴുതുകയാണ്. ജയിലിൽ കിടക്കുന്ന ആളുകൾ, നമ്മളൊക്കെ ജയിലിൽ കിടന്നിട്ട് ആൾക്കാരാണ്. ജയിലിൽ കിടക്കുന്ന ആളുകൾ സാധാരണ എന്താ ചെയ്യുക? തങ്ങൾക്ക് ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്, സർക്കാരിന് ദയാഹർജികൾ കൊടുക്കും, മേഴ്സി പെറ്റീഷൻ. ഈ സവർക്കർ നൽകിയ 6 പെറ്റീഷനുകൾ എൻ്റെ മുമ്പിലുണ്ട്. ആ 6 പെറ്റീഷനുകളും നമ്മൾ വായിച്ചു നോക്കിയാൽ ഒന്നുപോലും എന്താണ്, തൻ്റെ കുടുംബത്തിൽ തൻ്റെ സാഹചര്യം, അതുകൊണ്ട് തനിക്ക് പുറത്തു പോകണം, ഇതുവരെ ഞാൻ അനുഭവിച്ച തടവ് ശിക്ഷയായി കണക്കാക്കി എന്നെ റിലീസ് ചെയ്യണമെന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് ദയവുണ്ടാവണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞാനും എൻ്റെ ആളുകളും പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തെ ഇന്ത്യ രാജ്യത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിനാവശ്യമായ പ്രവർത്തനം നടത്താൻ അതിന് ഞങ്ങൾക്ക് അവസരം നൽകണം. അദ്ദേഹം 2013 എഴുതിയ മാപ്പപേക്ഷയിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ബ്രിട്ടീഷുകാരെക്കുറിച്ചുള്ള ധാരണകളാകെ മാറി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കോൺഗ്രസ് അധ്യക്ഷനായ ഗോപാലകൃഷ്ണ ഗോഖലെയെ വിദ്യാഭ്യാസ ബില്ല് ഉൾപ്പെടെ അവതരിപ്പിക്കാൻ അനുവാദം കൊടുത്തു. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണയും മാറി. ഞങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇനി ഒന്നും ചെയ്യുന്നതല്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സായുധമായ ഒരു പ്രവർത്തനം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്നെ വിട്ടയക്കണം. എന്നെ വിട്ടയച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇന്ത്യയിൽ ഞങ്ങൾക്ക് കീഴിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും എല്ലാ ആളുകളെയും ഞങ്ങൾ എന്ത് ചെയ്യും, ബ്രിട്ടീഷ് ഭരണം ശാശ്വതമായി ഇന്ത്യയിൽ നിലനിർത്താൻ വേണ്ടി ആവശ്യമായ പ്രവർത്തനം നടത്തും. ഗാന്ധിയുടെയും ഗോഖലെയുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഇന്ത്യയിൽ ഞങ്ങളുടെ ആളുകളെ പിന്തിരിപ്പിക്കും. ദേശീയ സ്വാതന്ത്ര്യ സമരം ആവശ്യമില്ല എന്ന നിലപാട് വ്യക്തമായി പറഞ്ഞു. ഈ കൃഷ്ണദാസിനെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഈ സവർക്കറുടെ സമ്പൂർണ്ണ ജീവചരിത്രം എഴുതിയിട്ടുള്ള ആൾ വിക്രം സമ്പത്താണ്. വിക്രം സമ്പത്തിൻ്റെ ജീവചരിത്രത്തിൽ തന്നെ സവർക്കറെ അദ്ദേഹം ന്യായീകരിക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കിടയിലും എന്താണ്, സവർക്കറുടെ ജീവിതത്തിലെ മാപ്പപേക്ഷയുടെയും കീഴടങ്ങലിൻ്റെയും ബ്രിട്ടീഷ് വിധേയത്വത്തിൻ്റെതുമായ നിരവധി സംഭവങ്ങൾ അദ്ദേഹത്തിന് സൂചിപ്പിച്ചു പോകേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് മിസ്റ്റർ സവർക്കറോ അല്ലെങ്കിൽ RSSോ ഹിന്ദു മഹാസഭയോ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ബ്രിട്ടീഷുകാർക്കെതിരായി നിലപാടെടുത്ത് സമരരംഗത്തേക്ക് വന്നിട്ടില്ല. ജയിലിലെത്തിയ ഉടനെ തൻ്റെ ദേശീയ വിപ്ലവബോധമൊക്കെ മറന്ന് സറണ്ടർ ചെയ്ത ആളാണ്, മാപ്പപേക്ഷ എഴുതിയ ആളാണ് മിസ്റ്റർ സവർക്കർ. അങ്ങനെയുള്ള സവർക്കർ എന്താണ് ലക്ഷ്യം വെച്ചത്? അദ്ദേഹം ജയിലിലിരുന്നു കൊണ്ടാണ് ഹിന്ദുത്വം എഴുതുന്നത്. വളരെ കുറഞ്ഞ പേജുകളുള്ള അത്യന്തം തീവ്രമായ ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തെ അസ്ഥിരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര ലഘുലേഖയാണ് അദ്ദേഹത്തിൻ്റെ എസൻഷ്യൽ ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന കൃതി. ആ എസൻഷ്യൽ ഓഫ് ഹിന്ദുത്വയിൽ അദ്ദേഹം ആവശ്യപ്പെട്ട എന്താണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നല്ല, മറിച്ച് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണമെന്നാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ എസൻഷ്യൽ ഓഫ് ഹിന്ദുത്വയിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദു വംശജരല്ലാത്ത എല്ലാ ആളുകളും വിദേശ വംശജരാണ്. ആ വിദേശ വംശജർ ഹിന്ദു രാഷ്ട്രം എന്ന വാക്ക് തന്നെയാണ് അത് ഉപയോഗിച്ചത്. ഹിന്ദു രാഷ്ട്രത്തിന് കീഴടങ്ങി ജീവിക്കണം. പ്രത്യേകിച്ച് സെമറ്റിക് മതങ്ങൾ, ഹിന്ദുക്കളല്ലാത്ത മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെല്ലാം തന്നെ 2ാം കിട പൗരന്മാരായി ഇന്ത്യയിൽ ജീവിക്കണം. ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്, മുസോളിനിയുടെ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്, സ്പെയിനിലെ ഫ്രാങ്കോവിൻ്റെ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് സമാനമായ അതിനേക്കാൾ ഭീകരമായ അപര മതവിദ്വേഷത്തിൻ്റെതായ ഒരു പ്രത്യയശാസ്ത്രം ഇന്ത്യയിലെ ഭൂരിപക്ഷ മതമായ ഹിന്ദുരാഷ്ട്രവാദത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ച് നമ്മുടെ ദേശീയ പ്രസ്ഥാനം, ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്യുന്ന പ്രസ്ഥാനം അതാവശ്യമില്ല എന്നും നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ മുസ്ലിങ്ങളാണെന്നും ഒരു സംശയത്തിനിടയില്ലാതെ പ്രഖ്യാപിച്ച ഒരാൾ എങ്ങനെയാണ് ഗാന്ധിക്കൊപ്പം ഒരു ചിത്രത്തിൽ വരിക?
ഗാന്ധി ഹിന്ദു മുസ്ലിം മൈത്രിയില്ലാതെ സ്വരാജ് സാധ്യമല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്നതാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ച ആളാണ്. അങ്ങനെ പ്രഖ്യാപിച്ചപ്പോഴാണ് ഹെഡ്ഗേവാർ RSS ഉണ്ടാക്കിയത്. ഖിലാഫത്ത് നിസ്സരണ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമാണെന്ന് പറയുന്ന ആളുകൾ ഹിന്ദുക്കളുടെ ശത്രുവാണെന്നാണ് മിസ്റ്റർ ഹെഡ്ഗേവാർ എഴുതി വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിത ചരിത്രകാരനായിട്ടുള്ള ദിഷികാരുടെ പുസ്തകം പരിശോധിച്ചാൽ നമുക്കറിയാം. RSS രൂപീകരിക്കുമ്പോൾ ഡോക്ടർജിയുടെ മനോഭാവം, ഡോക്ടർജിയുടെ മനസ്സിലെന്തായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഭാഗത്ത് ദീക്ഷികാർ എഴുതി വെച്ചിരിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമല്ല, ഹിന്ദുക്കൾ സ്വയം തന്നെ ഒരു രാഷ്ട്രമാണെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും രാഷ്ട്രമാണെന്ന് വാദിക്കുന്നവർ ഹിന്ദുക്കളുടെ ശത്രുവാണെന്നും ഹിന്ദുക്കളുടെ ശത്രുവാണ് ഗാന്ധിജി എന്ന് പറയുകയും അതിനുവേണ്ടി ഗാന്ധിജിയെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പിന്തുടർന്ന് നിരവധി ഗൂഢാലോചനകളിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും 1948 കൊല ചെയ്യുകയും ചെയ്ത ഒരു മഹാഗൂഢാലോചനയിലെ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ബുദ്ധിപരമായ പങ്കുവഹിച്ച ആളാണ് മിസ്റ്റർ സവർക്കർ. നിങ്ങൾ എന്തു പറഞ്ഞാലും ലാൽ കപൂർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഗാന്ധിവധത്തിൻ്റെ അന്വേഷണത്തിൽ അന്നത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ഗവർണറിന് പറ്റിയ അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങളുടെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സവർക്കർ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. അല്ലെങ്കിൽ ഗോഡ്സയെ നയിച്ച ആളാണ്, ഗോഡ്സെക്ക് ബുദ്ധി ഊതിക്കൊടുത്ത ആളാണ്, ഗോഡ്സയെ ഗാന്ധി വിരോധത്താൽ ഉന്മാദത്തിലേക്ക് നയിച്ച ആളാണ് ഈ സവർക്കർ. ആ സവർക്കർ ഗാന്ധി വധക്കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് അന്നത്തെ ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ ഗാന്ധിവധം അന്വേഷിച്ചതിലെ ചില പഴുതുകൾ ഉപയോഗിച്ചാണ്. അതാണ് ജസ്റ്റിസ് ലാൽ കപൂർ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ വിശദമായി എഴുതി വച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്, ഈ വിവരങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ആ വിവരങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് 79ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് കേന്ദ്ര പെട്രോളിയം വകുപ്പ് ഇറക്കിയിരിക്കുന്ന പോസ്റ്ററിൽ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഗാന്ധിക്ക് മുകളിൽ വലിപ്പമേറിയ സവർക്കറുടെ ചിത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 200 വർഷത്തിലേറെക്കാലം നീണ്ടുനിന്ന വിട്ടുവീഴ്ചയില്ലാത്ത അനുരഞ്ജനരഹിതമായ സ്വാമ്പ്രായത്വ വിരുദ്ധ സമരത്തിൽ ത്യാഗങ്ങൾ അനുഭവിച്ചവർ, തടവറയിൽ താമസിച്ചവർ, രക്തസാക്ഷികളായവർ, അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളെ ആകെ അപമാനിക്കുകയാണ് ഇന്ത്യയിലെ കേന്ദ്ര പെട്രോളിയം വകുപ്പ് ചെയ്തിരിക്കുന്നത്. പെട്രോളിയം വകുപ്പ് അങ്ങനെ ചെയ്യും. ഇത് സ്വാതന്ത്ര്യദിന പ്രസംഗമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയത് RSS പ്രശംസയാണ്. ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് ഇന്ന് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം. അദ്ദേഹം പറഞ്ഞത് RSS 100 വർഷം നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ശ്രീ ജയചന്ദ്രൻ, ഈ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഈ പരസ്യത്തിലും നരേന്ദ്രമോദി നടത്തിയ പ്രസംഗവും ഒട്ടും യാദൃച്ഛികമല്ല, അത് വളരെ കൃത്യമാണ്. വാജ്പേയിയുടെ സമയത്ത് സെൻട്രൽ ഹാളിൽ പതിച്ച സവർക്കറുടെ ചിത്രം, അതിനു പിന്നാലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അയോധ്യ പ്രാണപ്രതിഷ്ഠ നടത്തിയത്, ചെങ്കോലെടുത്ത് ലോക്സഭാ സ്പീക്കറുടെ സൈഡിൽ കൊണ്ടുവച്ചു കൊടുത്തത്, അതിനുശേഷം ഇവിടെ നീതിന്യായ സംവിധാനങ്ങളെ, ദേശീയ ഏജൻസികളെയൊക്കെ പിടിമുറുക്കുന്നത്, അതിനൊടുവിലാണ് 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നിന്ന് പറയുന്നു RSS നടത്തിയത് സന്നദ്ധ പ്രവർത്തനമാണെന്ന്. ഈ രാജ്യത്തെ ഇത്രയധികം മലീമസമാക്കിയ, ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച, ചോരപ്പുഴ ഒഴുക്കിയ ഒരു പ്രസ്ഥാനം നൽകിയതാണോ സന്നദ്ധ സേവനം? RSSൻ്റെ ആ കൈകളിൽ ചോരയുടെ മണം ഇപ്പോഴുമുണ്ട്, അതങ്ങനെ തന്നെ തുടരുകയാണ്. അപ്പോഴാണ് മോദി വന്നെന്ന് പറയുന്നത് സന്നദ്ധ സേവനമാണ് 100 വർഷമായി നടത്തിക്കൊണ്ട്. ഇതാണോ സന്നദ്ധ സേവനം? അത് പറയുമ്പോൾ ചില പ്രധാനപ്പെട്ട ഇപ്പോൾ KT പറഞ്ഞ ചില ചരിത്ര വസ്തുതകളുണ്ട്. അതിന്നൊന്ന് മാറിയിട്ട് ഞാൻ അതിലേക്ക് തന്നെ വരാം. അതായത് BJP രൂപീകരിക്കപ്പെടുന്നത്, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ നയിക്കുന്നത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. ഈ BJP ഉണ്ടാവുന്നത് 1980 ഏപ്രിൽ 6-നാണ്. വാജ്പേയിയും അദ്വാനിയും ഒക്കെ ചേർന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കേന്ദ്ര ജനതാ സർക്കാരുണ്ടല്ലോ, അത് പിളർന്നാണല്ലോ ഇവർ വരുന്നത്, BJP പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത്. ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് പറയുന്നത് 1951 ജനസംഘം ഉണ്ടാവുന്നു ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിൽ. ജനസംഘം ഉണ്ടായി 77 ജനതാ പാർട്ടിയിൽ ലയിച്ചു, കൊടിയും ചിഹ്നമൊക്കെ ഉപേക്ഷിച്ച് ലയിച്ചല്ലോ. അതിനുശേഷം 80 ഞാൻ ഈ പറഞ്ഞ പോലെ ഏപ്രിൽ 6-ന് BJP ഉണ്ടാവുന്നു. അപ്പോൾ ജനസംഘത്തിൻ്റെ ഐഡിയോളജി, പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഏകാത്മ മാനവ ദർശനമായിരുന്നു. പക്ഷേ BJP ഉണ്ടായപ്പോൾ അതങ്ങ് കൈയൊഴിഞ്ഞു, അത് വേണ്ടെന്ന് വെച്ചു. അതാണ് പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ട വസ്തുത.
എന്നിട്ട് BJP സ്വീകരിച്ച പ്രത്യയശാസ്ത്രം, ഐഡിയോളജി എന്ന് പറയുന്നത് 1980 ഏപ്രിൽ 6 BJP രൂപീകരിക്കുമ്പോൾ അവർ സ്വീകരിച്ച പ്രത്യയശാസ്ത്രം ഗാന്ധിയൻ സോഷ്യലിസമാണ്. അമ്പരപ്പിക്കുന്ന ഒരു വസ്തുതയാണത് കേട്ടോ. 1980 ഏപ്രിൽ 6 BJP രൂപീകരിക്കപ്പെടുമ്പോൾ അവർ സ്വീകരിച്ച രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഗാന്ധിയൻ സോഷ്യലിസമാണ്. അങ്ങനെ അവർ പ്രവർത്തിച്ചു. 84 ഇന്ദിരാഗാന്ധി മരിക്കുന്നു. അതിനുശേഷം 86 ഒടുവിൽ ഡിസംബറിലാണ് ഇലക്ഷൻ നടക്കുന്നത്. ആ ഇലക്ഷനിൽ പക്ഷേ BJPക്ക് 2 സീറ്റേ കിട്ടുന്നുള്ളൂ ലോക്സഭയിൽ. അപ്പോൾ അതോടുകൂടി അവർ പിന്നെ നയം, നിലപാട്, പ്രത്യയശാസ്ത്രം ഒക്കെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ നിശ്ചയിക്കുകയും 85 പിന്നെ മാർച്ചിലാണ് 85 മാർച്ചിലാണ് ജമ്മു കാശ്മീരിൽ ചേർന്ന BJPയുടെ ദേശീയ സമ്മേളനത്തിൽ വെച്ച് BJP അവരുടെ പ്രത്യയശാസ്ത്രം വീണ്ടും മാറ്റി ഗാന്ധിയൻ സോഷ്യലിസം ഉപേക്ഷിക്കുന്നു. എന്നിട്ട് 1951 മുതൽ 77 വരെ തുടർന്ന് പോകുന്ന ഏകാത്മ മാനവ ദർശനം, ഇൻ്റഗ്രൽ ഹ്യൂമനിസം, അത് പുനഃസ്ഥാപിക്കുന്നു BJPയിൽ. അതാണ് നമ്മൾ 85 കാണുന്നത്. അപ്പോൾ പിന്നെ ഗാന്ധിയൻ ദർശനത്തിൽ മുറുകെ പിടിച്ച് ഗാന്ധിയൻ സോഷ്യലിസം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി അംഗീകരിച്ച BJPക്ക് ഗാന്ധിയൻ സോഷ്യലിസത്തെ കൈയൊഴിയാനായിട്ട് വേണ്ടി വന്നത് കേവലം പിന്നെ 4 ചില്ലുവാനും വർഷം മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ 85 മാർച്ച് മുതൽ പിന്നീട് തുടർന്ന് വരുന്നത് ഈ പറഞ്ഞ ഇൻ്റഗ്രൽ ഹ്യൂമനിസം എന്ന ഏകാത്മ മാനവ ദർശനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട എന്താണ് തത്വശാസ്ത്രം എന്ന് പറയുന്നത്? 2 കാര്യങ്ങളാണ്. ഒന്ന് പിന്നെ ഈ കൾച്ചറൽ നാഷണലിസം, സാംസ്കാരിക ദേശീയതയാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതി ഈ ഏകാത്മ മാനവ ദർശനത്തിൻ്റെ. അതാണ് ഏറ്റവും സുപ്രധാനമായി ഇവർ കൊണ്ടു നടക്കുന്ന ഒരു സംഗതി തന്നെ. ഏകാത്മ മാനവ ദർശനത്തിൽ വരുന്ന ഏറ്റവും കാതലായ വസ്തുത അതാണ് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്ന മറ്റു പലതിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. മറ്റൊന്ന് അതാണ് ഇപ്പം നമ്മൾ കാണുന്നുള്ളൂ, കേരളത്തിലൊക്കെ തുടർച്ചയായിട്ട് കാണുന്ന അടുത്ത സാധനം അന്ന് സ്വീകരിച്ച ഇതിൻ്റെ തുടർച്ചയാണ്. രണ്ടാമത്തേത് അഖണ്ഡ ഭാരതം, അതാണ് രണ്ടാമത്തേത്. അപ്പോൾ പിന്നെ ഒന്ന് കൾച്ചറൽ നാഷണലിസവും സാംസ്കാരിക ദേശീയതയും, മറ്റൊന്ന് അഖണ്ഡ ഭാരതവും, ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ളതാണ് 85 മുതൽ BJPയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി അവർ സ്വീകരിച്ചിരിക്കുന്ന ഏകാത്മ മാനവ ദർശനം എന്നുള്ള ഇൻ്റഗ്രൽ ഹ്യൂമനിസം. ഇനി അതിനോട് ചേർത്ത് വെച്ച് നമുക്ക് എന്തും കാണാൻ പറ്റും. ഇവരുടെ നടപടികളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ RSSനെ സാംസ്കാരിക പ്രസ്ഥാനമാക്കുന്നത് പോലും RSS എങ്ങനെയാണ് സാംസ്കാരിക പ്രസ്ഥാനമാവുക എന്ന് ചോദിച്ചാൽ ഇന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ റെഡ് ഫോർട്ടിലെ അഡ്രസ്സിൽ പറഞ്ഞത് അതല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമാണ് RSS എന്നാണ്. ഈ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ സാംസ്കാരിക ദേശീയത. സാംസ്കാരിക ദേശീയതയുടെ പ്രത്യേകത എന്താണ്? ചില മഹത്വങ്ങൾ ഈ സാംസ്കാരിക ദേശീയതയുടെ അടിയൊഴുക്കായിട്ട് എപ്പോഴും വർത്തിക്കും. അത് ഒന്നാമത്തെ മഹത്വം എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളതാണ് മഹത്വം. ഇന്ത്യ ഒരൊറ്റ ദേശീയതയാണെന്നുള്ളതാണ് രണ്ടാമത്തെ മഹത്വം. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ളതും കാണുന്നതും ഒക്കെ എന്താണ്? ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളും ഭാഷകളും ആചാരങ്ങളും പിന്നെ സംസ്കാരങ്ങളും ഒക്കെ ഇടകലർന്ന് ജീവിക്കുന്ന വലിയൊരു ജനതയാണ് ഇന്ത്യയുടെ സമൂഹം എന്ന് പറയുന്നത്. ഇവർക്കതില്ല. ഇവർക്കതുള്ളത് ഇതെല്ലാം ഒന്നാക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് KT മുമ്പേ അതിൻ്റെ തത്വശാസ്ത്രം വിശദീകരിച്ചു. KT ആദ്യം എങ്ങനെയാണ് മുസ്ലിങ്ങളെ കാണേണ്ടത്, ഹിന്ദുക്കളെ എങ്ങനെയാണ് കാണേണ്ടത്, ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് കാണേണ്ടത്, അതൊക്കെ ആചാര്യന്മാർ തന്നെ അവരുടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് അച്ചട്ടായിട്ട് ഇതിൻ്റെ അമ്പർലയാണല്ലോ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം. അതിൻ്റെ കീഴിലുള്ള ചെറിയ പ്രസ്ഥാനങ്ങളാണ് ഇതൊക്കെ വരുന്നത്. ഇങ്ങനെ വന്നുവെന്നാണ് ഗാന്ധിജിയെ പോലും സ്വീകരിക്കുകയും അതേ ഗാന്ധിജിയെ തന്നെ നിഷ്കരണം, നിർദ്ദയം തള്ളുകയും ചെയ്യും. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ പിന്നെ ഈ ചർച്ചയിൽ തുടങ്ങി വെച്ച അദ്ദേഹമാണല്ലോ, പിന്നെ എന്താണ് പറഞ്ഞത്? ഇതിനകത്ത് വലിപ്പച്ചെറുപ്പത്തിൻ്റെ പ്രശ്നമില്ല. ഇല്ല സർ, ശരിയാണ്, സമ്മതിച്ചു. ഞാൻ വാദത്തിന് വേണ്ടി അങ്ങയുടെ വാദം ഞാൻ അങ്ങ് അംഗീകരിക്കുകയാണ്. എങ്കിൽ രാഷ്ട്രപിതാവിൻ്റെ ചിത്രമല്ലേ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ടത്? എൻ്റെ ഒരു സാധാരണ പൗരൻ്റെ ഒരു യുക്തിയിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന അതൊരു പ്രധാനപ്പെട്ട പിന്നെ ഒരു ബിംബമാണല്ലോ. രാഷ്ട്രപിതാവിൻ്റെ ചിത്രത്തിന് താഴെയല്ലേ സവർക്കർ വരാവൂ? കാരണം ഒറ്റ യുക്തിയേ ഉള്ളൂ. സവർക്കർ രാഷ്ട്രപിതാവ് അല്ല.
രാഷ്ട്രപിതാവ് ൻ്റെ പടം വെച്ചിരിക്കുന്ന ഒരു ചിത്രത്തിൽ രാഷ്ട്രപിതാവിൻ്റെ സ്ഥാനം താഴെയും രാഷ്ട്രപിതാവ് അല്ലാത്ത ഒരാളുടെ സ്ഥാനം മുകളിലുമാവുമ്പോഴേക്ക് അതിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. അത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് ആരും വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യേണ്ടതില്ല. രാഷ്ട്രപിതാവിൻ്റെ സ്ഥാനം താഴെയും രാഷ്ട്രപിതാവ് അല്ലാത്തയാളുടെ സ്ഥാനം മുകളിലും വരുമ്പോൾ പ്രാധാന്യം രാഷ്ട്രപിതാവിനല്ല, രാഷ്ട്രപിതാവിനേക്കാളും മുകളിൽ വന്ന ആൾക്കാണ് എന്നുള്ളത് ആർക്കും മനസ്സിലാവില്ലേ? അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഇന്ത്യ സർക്കാരിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ പെട്രോളിയം മന്ത്രാലയം അടിച്ചിറക്കുമ്പോൾ അതൊരു വിജ്ഞാപനമാണ്. എന്താണ് ആ വിജ്ഞാപനത്തിൽ പറയുന്നത്? ഞങ്ങൾക്ക് ഗാന്ധിയല്ല വലുത്, രാഷ്ട്രപിതാവല്ല വലുത്, ഞങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നു, ഇതാ സവർക്കറാണ് ഞങ്ങൾക്ക് വലിപ്പമുള്ള ആൾ എന്ന് വിജ്ഞാപനം ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്നത്. ആ വിജ്ഞാപനത്തെയാണ് ചോദ്യം ചെയ്യേണ്ടി വരുന്നതും നിശ്ചിതമായി വിമർശിക്കേണ്ടി വരുന്നതും. ഏതൊരു ചിത്രവും കൃഷ്ണദാസ്, താങ്കൾക്ക് ഉള്ള ചോദ്യങ്ങളാണ്, താങ്കളോടുള്ള ചോദ്യങ്ങളാണ് രണ്ടുപേരും, കെ ടിയും അതോടൊപ്പം തന്നെ എം ജയചന്ദ്രനും ചോദിക്കുകയും ചെയ്തത്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, RSS എന്ന് പറയുന്ന സംഘടന എങ്ങനെ രക്ഷപ്പെട്ടു. പക്ഷേ എന്നാലും ഒരിക്കൽ കൂടി ചില മാപ്പപേക്ഷകൾ ഒന്നുകൂടി വായിച്ചു പോകുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ഒരു പക്ഷേ കെ ടി പറഞ്ഞതുപോലെ ഈ സവർക്കർ എന്നെ രക്ഷിക്കണമെന്നല്ല പറഞ്ഞത്, ഞാൻ മാപ്പപേക്ഷ തരുന്നു എന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞെന്താണ്, ഒരു കൂട്ടം ഞാനും എന്നോടൊപ്പം ഉള്ളവരും ബഹുവിധമായ ഉദാരതയും ദയാവായ്പുമുള്ള ബ്രിട്ടീഷ് സർക്കാർ എന്നെ സ്വതന്ത്രനാക്കുകയാണെങ്കിൽ വ്യവസ്ഥാപിത പുരോഗതിക്കും ആ പുരോഗതിയുടെ അടിസ്ഥാന കാരണമായ ഇംഗ്ലീഷ് സർക്കാരിനോടുള്ള വിധേയത്വത്തിനു വേണ്ടി ഏറ്റവും ശക്തമായി വാദിക്കുന്നയാൾ ഞാനായിരിക്കും. ഞങ്ങൾ തടവിലായിരിക്കുന്നിടത്തോളം മഹാരാജാവിനോട് കൂറു പുലർത്തുന്ന ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പ്രജകളുടെ വീടുകളിൽ യഥാർത്ഥ സന്തോഷം ഉണ്ടായിരിക്കുകയില്ല. അതേസമയം ഞങ്ങൾ മോചിപ്പിക്കപ്പെട്ടാൽ ശിക്ഷിക്കുന്നതിനും പ്രതികാരം ചെയ്യുന്നതിനും ഉപരിയായി ക്ഷമിക്കാനും തിരുത്താനും അറിയാവുന്ന സർക്കാരിനോടുള്ള നന്ദി ജനങ്ങൾ സന്തോഷത്തോടെ പ്രഖ്യാപിക്കും. ഞങ്ങൾ എന്നാണ് പറയുന്നത്, ഞങ്ങൾ പ്രഖ്യാപിക്കും. ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു മഹാസഭയിലെ പ്രവർത്തകരാണ്, അഖില ഭാരത സഭയുടെ പ്രവർത്തകരുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കെ ടി സൂചിപ്പിച്ച ഒരു കാര്യത്തിൻ്റെ തുടർച്ചയായി പറയാവുന്നത്, ഈ സവർക്കറിനെ രണ്ട് ഘട്ടങ്ങളായി വിലയിരുത്താം. സവർക്കർ ഈ ആൻഡമാൻ ജയിലിൽ കിടക്കുന്നു, അതിനുശേഷം രത്നഗിരിയിലേക്ക് വരുന്നു. വന്നതിന് ശേഷം സവർക്കർ നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അത് കൃത്യമായി തന്നെ ഒരു ഹിന്ദു രാഷ്ട്ര രൂപീകരണം, ഹിന്ദുത്വ രാഷ്ട്രീയമാണ്, തീവ്രദേശീയതയുമായി വച്ചു പുലർത്തുകയാണ്. ഗാന്ധി പറഞ്ഞ ഹിന്ദുവും മുസൽമാനും സിഖുകാരനും പാഴ്സിയും ഉൾപ്പെടുന്ന ഒരു രാജ്യസങ്കല്പമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു മഹാത്മാഗാന്ധി. ഇവിടെ സവർക്കർ വന്നു പറയുകയാണ് ഹിന്ദു രാഷ്ട്രമാണ്, ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ രാഷ്ട്രമാണ് എൻ്റെ രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്ന ഗാന്ധിയും എന്ന സവർക്കറും ഈ പാഴ്സിയും മുസൽമാനും എല്ലാം ഉൾപ്പെടുന്ന ആ രാജ്യമാണ് എൻ്റെ രാജ്യം, മതനിരപേക്ഷതയുടെ രാജ്യമാണെന്ന് പറയുകയും ചെയ്യുന്ന ആ മഹാത്മാഗാന്ധിയെയും ആ സവർക്കറെയും താരതമ്യപ്പെടുത്തുമ്പോൾ രാജ്യത്തിന് നിങ്ങളുടെ ഭരണകൂടം, ഫാഷിസ്റ്റ് ഭരണകൂടം നൽകുന്ന സൂചന വളരെ കൃത്യമാണ്. ഈ രാജ്യം വീണ്ടും വീണ്ടും നിങ്ങൾ 48-ന് ശേഷം, അതിനുശേഷം 80-ന് ശേഷം, 84-ന് ശേഷം, 92-ന് ശേഷം നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാണ്, മറ്റുള്ളവർ പൊയ്ക്കൊള്ളൂ. സവർക്കറിലൂടെ നിങ്ങൾ പറഞ്ഞു വെച്ചത്, ഇന്ന് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിലൂടെ നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. സവർക്കർ ഉദ്ദേശിച്ച ആ ഹിന്ദു രാഷ്ട്രമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളല്ല. നിങ്ങളത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നൊരു പേടിപ്പെടുത്തൽ കൂടിയാണ്. ഇന്നലെ പറഞ്ഞല്ലോ ഇവിടുത്തെ ഗവർണർ, വിഭജന ഭീതി രാഷ്ട്രമെന്നുള്ള ഈ ഭീതിയാണ്, ഈ ഭയമാണ് നിങ്ങൾ ഇന്നും നൽകിയത്. ഈ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പരസ്യത്തിലൂടെ നിങ്ങളുടെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പറഞ്ഞതിലൂടെ ഈ ഒരു ഭീതിപ്പെടുത്തലാണ്, ഒരു മുന്നറിയിപ്പാണ് നൽകിയതെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാകുമോ ശ്രീ കൃഷ്ണദാസ്? പിന്നെ പൂർണ്ണമായും നിഷേധിക്കല്ലേ സജു? എന്താ ഇങ്ങനെയൊക്കെ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും കല്ലുവെക്കാത്ത കല്ലുവെച്ച നുണകളും? ഏതാണ് കല്ലുവെച്ച നുണ എന്ന് പറഞ്ഞാൽ ശ്രീ കൃഷ്ണദാസ്? കല്ലുവെച്ച നുണ ഏതാണ്? മാപ്പ് എഴുതി കൊടുത്തതാണോ കല്ലുവെച്ച നുണ? ഷൂ നക്കിയതാണോ കല്ലുവെച്ച നുണ എന്ന് പറയുന്നത്? ഈ രാജ്യത്ത് 1 രൂപയുടെ പണി, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി 1 രൂപയുടെ ഒരണ പൈസയുടെ പണിയെടുത്തിട്ടില്ലാത്ത RSS, ആ RSS പണിയെടുത്തിട്ടില്ല എന്ന് പറയുന്നതാണോ? സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ചോര, ഒരു തുള്ളി ഒഴുക്കിയിട്ടില്ല എന്ന് പറയുന്നതാണോ കല്ലുവെച്ച നുണ ശ്രീ കൃഷ്ണദാസ്? ഇല്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണദാസിന് ചോദിക്കണ്ട. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ള സമയം എത്രയാണെന്ന് നിശ്ചയിച്ചിട്ട് ചോദ്യം മതി. അല്ല, താങ്കൾ പറയൂ. താങ്കൾ പറഞ്ഞ കല്ലുവെച്ച നുണ എനിക്ക് പറയുന്നുണ്ട്. ഏതാണ് കല്ലുവെച്ച നുണ? താങ്കൾ പറയൂ. ഞാൻ പറഞ്ഞ കല്ലുവെച്ച നുണ ഏതാണ്? ഞാൻ പറഞ്ഞ കല്ലുവെച്ച നുണ ഏതാണ്? അല്ല, കല്ലുവെച്ച നുണ ഏതാണെന്ന് ഞാൻ പറയാം സഞ്ജു. അതിന് എനിക്ക് സമയം എന്താ? പറഞ്ഞോളൂ. ബാക്കിയുള്ള ആൾക്കാർ പറയും. പറഞ്ഞോളൂ. ബാക്കിയുള്ളവർ പറയുമ്പോൾ മിണ്ടാതിരിക്കുകയും ഞാൻ പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് അടിച്ചു ചോദ്യം. അല്ല, താങ്കൾ എനിക്ക് കല്ലുവെച്ച നുണയെന്ന് പറയുമ്പോൾ എനിക്കത് പറയണ്ടേ? ഞാൻ പറഞ്ഞ കല്ലുവെച്ച നുണ ഇതാണെന്ന് പറയണ്ടേ? താങ്കൾ പറഞ്ഞോളൂ. നിങ്ങൾ ആരാണ് ചർച്ചക്കകത്തല്ലോ? ഞാൻ പറയണമെന്നാണ് കേൾക്കാത്തതിന് ശ്രീ കുഞ്ഞിക്കണ്ണ് പറയാണ്,
വളരെ ബഹുമാനമുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹം പറയാണ്, ഈ വി ഡി സവർക്കർ ഉണ്ടല്ലോ, വി ഡി സവർക്കർ 2 പ്രാവശ്യം ശിക്ഷിക്കപ്പെട്ട ആളാണ്. എന്തിനാ ശിക്ഷിക്കപ്പെട്ടത് ശ്രീ കുഞ്ഞിക്കണ്ണൻ? എന്ത് കാര്യത്തിനാണ് ശിക്ഷിക്കപ്പെട്ടത്? മാങ്ങാ മോഷ്ടിക്കാൻ പോയതിനാണോ ശിക്ഷിക്കപ്പെട്ടത്? നാസിക്കിലെ കളക്ടറെ വകവരുത്താൻ ശ്രമിച്ചു. AMT നാസിക്കിലിന്റെ അന്നത്തെ കളക്ടറെ വകവരുത്താൻ ശ്രമിച്ചു എന്നുള്ള ബ്രിട്ടീഷുകാരുടെ ചാർജിലാണ് അദ്ദേഹം ആദ്യമായി 1910 ലൈഫ് ഇംപ്രിസൺമെന്റ് ശിക്ഷിക്കപ്പെടുന്ന ശ്രീ കുഞ്ഞിക്കണ്ണൻ. അങ്ങ് പറയുന്നത് കേട്ടാൽ ഇവിടെ എന്തോ തേങ്ങാ മോഷ്ടിക്കാൻ പോയി ശിക്ഷിക്കപ്പെട്ടു എന്നാണല്ലോ അങ്ങ് പറയുന്നത്. അങ്ങേപ്പോലുള്ള ആളുകൾ ഈ തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറയരുത്. ഒരു മര്യാദ വേണം ഒരു കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് ജീവിച്ചിരുന്ന ഒരാളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ. രണ്ടാമത്തത്, അതിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചു. ഇനി ശ്രീ കുഞ്ഞിക്കണ്ണന്റെ അടുത്ത വാദം, മാപ്പെഴുതി കൊടുത്തു. അങ്ങ് ശ്രീ സജു ആവർത്തിക്കാണല്ലോ, മാപ്പെഴുതി കൊടുത്തു. ഞാൻ ശ്രീ കുഞ്ഞിക്കണ്ണനോടൊന്ന് ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് അങ്ങേ പോലെയുള്ള പാർട്ടി പ്രവർത്തകർ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ഒരു കത്തെഴുതുമ്പോൾ, എടാ മുഖ്യമന്ത്രി, എടാ പിണറായി വിജയ, അങ്ങനെയാണോ അഭിസംബോധന ചെയ്യാം? നമ്മുടെ രാജ്യത്ത് ഒരു സംവിധാനമുണ്ട് ശ്രീ കുഞ്ഞിക്കണ്ണൻ. നമ്മുടെ രാജ്യത്തെ സംവിധാനം അനുസരിച്ച് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളോട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ കത്തുകൾ എഴുതുമ്പോൾ അവരെ എങ്ങനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുക? റെസ്പെക്റ്റഡ് എന്ന് ചേർത്താണ്. അങ്ങക്ക് അറിയാത്ത കാര്യമല്ലല്ലോ. ബഹുമാനപ്പെട്ട ഒരു കത്ത് എങ്ങനെയാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്? താഴ്മയോടെ അപേക്ഷിക്കുന്നു. നിങ്ങൾ ഒരു വില്ലേജ് ഓഫീസിലേക്ക് ഒരു കത്ത് കൊടുക്കുമ്പോൾ ആ കത്തിൽ എന്താ അവസാനം എഴുതുക? താഴ്മയായി അപേക്ഷിക്കുന്നു. ആരോടാ ഈ താഴ്മപ്പെടുന്നത്? നിങ്ങൾ ഒരു കത്തിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന റെസ്പെക്റ്റഡ് എന്ന് പറയുന്നതും അതിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന വാചകവും എടുത്തുകൊണ്ട് താഴ്മയായി എന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കാല് നക്കി എന്ന് പറഞ്ഞു. എവിടെ കാല് നക്കി? ആര് കാല് നക്കി? ഇനി രണ്ടാമത്തെ വാദമാണ് ശ്രീ കുഞ്ഞിക്കണ്ണന്റെ. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ത്യ വിട്ടു പോകണം എന്നാവശ്യപ്പെട്ടു. ശ്രീ കുഞ്ഞിക്കണ്ണൻ എന്നേക്കാൾ എത്രയോ ഈ ചരിത്രപരമായ വിഷയങ്ങളെ കുറിച്ച് അറിവുള്ള ആളാണെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഏതെങ്കിലും ലോകത്തെ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയെല്ലാം ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടത്തുള്ള അക്രമം എന്തായിരുന്നു? റഷ്യയിൽ എന്തായിരുന്നു അക്രമം നടന്നത്? എത്ര പള്ളികളാണ് പൊളിക്കപ്പെട്ടത് ശ്രീ കുഞ്ഞിക്കണ്ണൻ? എത്ര പള്ളികളാണ് തകർക്കപ്പെട്ടത്? 1.25 ലക്ഷത്തോളം ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. 15,000-ലധികം പള്ളികളാണ് തകർക്കപ്പെട്ടത്. ചൈനയിൽ എന്തായിരുന്നു അവസ്ഥ ശ്രീ കുഞ്ഞിക്കണ്ണൻ? നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രാമുഖ്യം ഉണ്ടായിരുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ ഈ സമൂഹത്തിന്റെ സ്ഥിതി എന്താണ്? ഇനി മുസ്ലിം സമൂഹത്തിന് ചൈനയിലെ സ്ഥിതി എന്താണ്? നിങ്ങൾക്ക് ശക്തിയുള്ള റഷ്യയിലെ സ്ഥിതി എന്താണ്? എത്രയോ കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഭരിച്ചു എന്ന് നിങ്ങൾ പറയുന്ന രാജ്യങ്ങളിൽ അവിടെ ഈ സംവിധാനങ്ങളുടെ സ്ഥിതി എന്താണ്? ഈ മതങ്ങളുടെ സ്ഥിതി എന്താണ്? ഇനി ഞാൻ തിരിച്ച് ശ്രീ ജയചന്ദ്രന്റെ കാര്യത്തിലേക്ക് ഒന്ന് വരാം, എന്നിട്ട് ഞാൻ സജുവിന്റെയിലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ, അങ്ങ് പറഞ്ഞതിലൊരു അടിസ്ഥാനപരമായ പിശകുണ്ട്. 1980 BJP ഏപ്രിൽ 6 ഉണ്ടായതിനു ശേഷം ഗാന്ധിയൻ സോഷ്യലിസത്തിൽ നിന്ന് മാറി 5 വർഷം കഴിഞ്ഞപ്പോൾ പിന്നീട് അവർ ഏകാത്മ മാനവ ദർശനം സ്വീകരിച്ചു എന്നാണ് അങ്ങയുടെ വാദം. ശ്രീ ജയചന്ദ്രൻ, ഏകാത്മ മാനവ ദർശനം എഴുതുന്നത് ഈ പാർട്ടിയുടെ, പ്രത്യേകിച്ച് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനസംഘ കാലഘട്ടത്തിൽ അതിന്റെ അധ്യക്ഷനായിരുന്ന ദീനദയാൽജിയുടെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ശ്രീ ദീനദയാൽ ഉപാധ്യായ കൊണ്ടുവന്നിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടി തന്നെ ജനതാ പാർട്ടിയിൽ നിന്ന് വേറിട്ട് BJP എന്ന പ്രസ്ഥാനത്തിലേക്ക് പോകുന്നത്. ദ്വയാംഗത്വ പ്രശ്നത്തിന്റെ പേരിലാണ് എന്നുള്ളത് അറിയാത്ത ആളല്ലോ അങ്ങ്. ജനതാ പാർട്ടിയിൽ നിന്ന് RSSുമായി ബന്ധമുള്ളവർ വിട്ടുപോകണമെന്നുള്ള തർക്കമുണ്ടായപ്പോൾ, അങ്ങനെ തുടരാൻ കഴിയില്ല എന്നുള്ള തർക്കമുണ്ടായപ്പോൾ BJP രൂപീകരിക്കപ്പെട്ടതല്ലേ? അങ്ങനെ സ്വാഭാവികമായും ഉള്ളൊരു പ്രത്യയശാസ്ത്രത്തിന്, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് ഒരു വ്യക്തതക്കുറവ് ഞങ്ങൾക്കില്ലെന്നേ. ഇന്നും ഞങ്ങളുടെ ആശയം അഖണ്ഡ ഭാരതമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ 1947 ഓഗസ്റ്റ് 14-ന് പാകിസ്ഥാനും 15-ന് ഇന്ത്യയും ഉണ്ടായി എന്ന് നിങ്ങൾ പറയുന്ന, ഇപ്പൊ നിങ്ങൾക്ക് 14 എന്ന് പറയുമ്പോൾ വിഭജനത്തിന്റെ ദിനം എന്ന് പറഞ്ഞ് ആരുടെ മനസ്സിൽ എന്ത് വിഭജനം ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത്? 1947 ഓഗസ്റ്റ് 13-നുള്ള സ്ഥിതിയാണോ ഈ രാജ്യത്തുള്ളത്? അല്ലല്ലോ. അത് നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പൊ ഈ രാജ്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള സംവിധാനത്തിലേക്ക് ശ്രീ കുഞ്ഞിക്കണ്ണൻ, അങ്ങേ ഞാൻ ചരിത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. ഈ പശ്ചിമ ജർമ്മനി എങ്ങനെയാണ് പിന്നീട് ഒരുമിച്ച് ചേരാനുള്ള സാഹചര്യം ഉണ്ടായത്? ജർമ്മനികൾ എങ്ങനെയാണ് ഒന്നിച്ചു ചേരാനുള്ള സാഹചര്യം ഉണ്ടായത്? ലോകത്ത് ഏതെല്ലാം വിഭജിച്ചു നിന്നിട്ടുള്ള രാഷ്ട്രങ്ങൾ വീണ്ടും ഒന്നിച്ചു ചേരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ? ഇനി ഒരുമിച്ചിരുന്ന രാജ്യങ്ങൾ, നിങ്ങൾ ഭരിച്ചിരുന്ന റഷ്യ അടക്കം എത്ര തവണ വിഭജിക്കപ്പെട്ടു? എത്ര രാജ്യങ്ങളായി മാറ്റപ്പെട്ടു? എത്ര രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു പോയി? ഇപ്പൊ രാജ്യങ്ങൾ ലോകത്ത് ഒരുമിക്കുന്നതും ഭിന്നിക്കുന്നതും ഒക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ശ്രീ കുഞ്ഞിക്കണ്ണൻ. അങ്ങേക്ക് ചരിത്രം അറിയാത്തതല്ലല്ലോ.
ഞങ്ങളുടെ ആശയം അതാണെന്നേ. എന്താ, ഞങ്ങൾക്ക് ഒരു വ്യക്തിത്വക്കുറവ് ഞങ്ങൾക്ക് ആ കാര്യത്തിലില്ല. ഞങ്ങളുടെ ആശയം ഈ രാജ്യം വീണ്ടും അഖണ്ഡ ഭാരതമാകണം എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്ത് ഏതായിരുന്നു സ്ഥിതി, ആ സ്ഥിതിയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ്. ഞങ്ങൾ അതിനല്ലേ പരിശ്രമിക്കുന്നത്. 100 കൊല്ലമായ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച്, RSSനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ആ പ്രധാനമന്ത്രി ഉണ്ടായതും ഈ പ്രസ്ഥാനത്തിൽ നിന്നാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ശ്രീ സജു, ശ്രീ ജയചന്ദ്രൻ, നിങ്ങൾ അത് ഓർക്കണം. ഞങ്ങളടക്കമുള്ള ആളുകൾ ശരി, അത് തന്നെയാണ് ശരി. അല്ല ശ്രീ കൃഷ്ണദാസ്, ഞാൻ അല്ല താങ്കൾ അങ്ങയുടെ ചോദ്യത്തിലേക്കാ വരുന്നതെന്ന്. അതെ, ഞാൻ അങ്ങയുടെ പറഞ്ഞോളൂ. ചോദ്യത്തിലേക്കാ വരുന്നത്. ആ പ്രസ്ഥാനത്തിൽ നിന്നാണ് ശ്രീ സജു ഈ പ്രധാനമന്ത്രി ഉണ്ടായിട്ടുള്ളത്. നേരത്തെയുള്ള പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത് ശ്രീ സജു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ നേതൃത്വത്തെ സംബന്ധിച്ച്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിലോ അതിന്റെ ആശയത്തെ മുന്നോട്ട് വെക്കുന്നതിലോ അത് മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തെ ഉറച്ചുറച്ചു പറയുന്നതിലോ ഒരു പേടിയും ഒരു വ്യത്യസ്തമായ മനോഭാവവും ഞങ്ങൾക്കില്ല ശ്രീ സജു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അത് തന്നെയാണ്. RSS എന്ന് പറയുന്ന സംഘടന, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ, അദ്ദേഹം എന്തുകൊണ്ട് ആ സംഘടനയെ കുറിച്ച് പറഞ്ഞത്, 100 വർഷക്കാലമായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്, ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്, ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് സജു ഇന്ന് ഈ രാജ്യത്ത് നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ പ്രധാനമന്ത്രി ആയിരിക്കുന്നതിന്റെ ഭാഗമായിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വ്യക്തതക്കുറവ് ആശയത്തിലുമില്ല, പ്രവർത്തന പദ്ധതിയിലുമില്ല. താങ്കൾ പറഞ്ഞത് വ്യക്തമായി. ഒരു ആശയ വ്യക്തത കുറവും താങ്കൾക്കില്ല. എങ്ങനെ RSS 100 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നു, നരേന്ദ്രമോദി എങ്ങനെ അധികാരത്തിൽ വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ഗോദ്രയിലെ ചോരക്കറ ഇപ്പോഴും ഉണങ്ങിയിട്ടുണ്ടാകില്ല നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് വിഭജനത്തിൻ്റെ ചോരപ്പുഴ ഒഴുക്കി 80% ഹിന്ദുക്കളുള്ള രാജ്യത്ത് നിങ്ങൾ അരക്ഷിതരാണെന്ന്, മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ അരക്ഷിതരാണെന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ഭൂരിപക്ഷം ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചേക്കുന്നൊക്കെ ഞാൻ അതിലേക്ക് വരാം. ഒരുപക്ഷെ താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾ KT കുഞ്ഞിക്കണ്ണന് മറുപടി പറയാനുണ്ടാകും. ചില ചോദ്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞാണ് ഏറ്റവും രസകരമായത്, ഒരു മാപ്പിരക്കലിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ സാർ, താഴ്മയായി പറയാൻ ഇതിനപ്പുറം എങ്ങനെയാണ് പറയുക? ബ്രിട്ടീഷുകാരനായ അല്ലയോ ബ്രിട്ടീഷ് രാജ്ഞി, അല്ലയോ രാജാവേ, താങ്കളോട് ഞങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്? താഴ്മയെ അപേക്ഷിക്കുകയാണ്. അതിനദ്ദേഹം കൂട്ടുപിടിച്ചത് എന്താണ്? പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് സാധാരണ ഒരാൾ കത്തെഴുതുമ്പോൾ എത്ര മനോഹരമായി നുണ പറയുന്നു, എത്ര മനോഹരമായി കള്ളങ്ങൾ പറയുകയും എന്ത് വിളച്ചതരമാണ് താങ്കൾ ഈ കൃഷ്ണദാസ് പറഞ്ഞത്. എങ്ങനെയാണ് ഇതിനെ കൂട്ടിക്കെട്ടുന്നത്? ആ മാപ്പിരക്കലിനെ പറയുന്നത് ഒരാളല്ല പറഞ്ഞു പോയത്, പറയുന്നത് ഞങ്ങളാണ്. ഞങ്ങളെല്ലാവരും, എൻ്റെ പിന്നാലെയുള്ളവരൊക്കെ ഇതാ വരികയാണ്, ഞങ്ങൾ ഇനി ബ്രിട്ടീഷ് സർക്കാരിനോട് സമരം ചെയ്യാനില്ല, ഞങ്ങളുടെ ചോരയും നീര് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ ജനതയെ മൊത്തം വഞ്ചിച്ചിട്ട് വീണ്ടും ഇരുന്ന് പറയുകയാണ് ആ മാപ്പിരക്കൽ മഹത്തരമാണെന്ന്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ ചർച്ചയിൽ കൃഷ്ണദാസ് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ചരിത്രത്തിൻ്റെ വസ്തുതകളിൽ നിന്ന് ഒരു പ്രതിരോധവും ഉയർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധം നഷ്ടപ്പെട്ട ഒരാളുടെ ആക്ഷേപങ്ങളായിട്ട് മാത്രമേ ഞാൻ കൃഷ്ണദാസിൻ്റെ വാദങ്ങളെ കാണുന്നുള്ളൂ. മിസ്റ്റർ കൃഷ്ണദാസ്, സവർക്കറുടെ ഒരു സമ്പൂർണ്ണ ജീവചരിത്രമാണ് വിക്രം സമ്പത്ത് എഴുതിയിട്ടുള്ളത്. സവർക്കറെ അനുകൂലിച്ചെഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണത്. വിക്രം സമ്പത്തിൻ്റെ സവർക്കർ ജീവചരിത്ര കൃതിയിൽ വിക്രം സമ്പത്ത് എത്ര ശ്രമിച്ചിട്ടും ഈ മനുഷ്യനെ ഒരു ദേശസ്നേഹിയോ ദേശീയവാദിയോ ആക്കി മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പുസ്തകം ഏറ്റവും ഒടുവിൽ വിശകലനം ചെയ്ത് എഴുതിയിട്ടുള്ള ആളുടെ പേര് അരുൺ ഷൂരി എന്നാണ്. സവർക്കർ എന്ന ബിംബത്തെ സംബന്ധിച്ചുള്ള വസ്തുതകൾ എന്താണ്? അദ്ദേഹം ഈ പറയുന്നത് പോലെ വീരനായിരുന്നു, ധീരനായിരുന്നു, അല്ല, പോലീസ് പിടിയിലും ജയിലിലും എത്തപ്പെട്ടപ്പോൾ ഭീരുത്വം മൂലം പേടിച്ച് വിറച്ച് ഭരണാധികാരികളോട്, ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് മാപ്പ് അപേക്ഷിച്ച ആളാണോ? അതെ, പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ഇടപെടല്ല. നിങ്ങൾക്ക് സമയം തരുമല്ലോ, നിങ്ങൾക്ക് സമയം തരുമല്ലോ. ഇല്ല, അത് ശരിയല്ല. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ എൻ്റെ അല്ല, അത് ചോദിച്ചോ, അത് കൃഷ്ണദാസ് ചോദിച്ചോ. സമയമുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയും. ഇത് ഈ പറഞ്ഞ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയുമ്പോൾ താങ്കൾ ഇടപെടല്ല. ഞാൻ വിക്രം സമ്പത്തിൻ്റെ സവർക്കറുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ 2012
സെല്ലുലാർ ജയിൽ സന്ദർശിക്കുന്ന അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് ഹോം മെമ്പർ സർ റെജിനാൾഡ് എസ് ക്രസോക്കുമായിട്ട് തൻ്റെ സങ്കടങ്ങൾ മിസ്റ്റർ സവർക്കർ തുറന്നു പറയുന്ന ഭാഗമുണ്ട്. എന്താ റെജിനാൾഡിനോട് സവർക്കർ പറഞ്ഞത്? ഞാൻ വളരെ പ്രായം കുറഞ്ഞ ഒരാളാണ്, 10-27 വയസ്സേ ഉള്ളൂ, എനിക്ക് 50 വർഷമാണ് ശിക്ഷ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല തെറ്റ് ചെയ്ത്, ഒരു വൈകാരിക ആവേശത്തിലാണ് ഈ തെറ്റുകളൊക്കെ ചെയ്തു പോയത്, അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ലോകത്തെല്ലാവരോടും പൊറുക്കുന്നൊരു ഗവൺമെൻറ്റാണല്ലോ, എനിക്ക് ഇത് പൊറുത്ത് മാപ്പ് തരണം. അങ്ങനെ മാപ്പ് തന്നു കഴിഞ്ഞാൽ, ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആളുകളെയാകെ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ, ബ്രിട്ടീഷ് മഹാറാണിയുടെ ഭരണം എക്കാലത്തും ഇന്ത്യയിൽ നിലനിർത്താൻ, ബ്രിട്ടീഷ് ഭരണത്തെ ശാശ്വതീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തും, അതിനെനിക്ക് സാധിക്കും, അതിനുള്ള സംഘടനാബലം എനിക്കുണ്ട് എന്നൊക്കെ റെജിനാൾഡ് ക്രസോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഹോം മെമ്പറെ പറഞ്ഞ് അയാളുടെ കാല് പിടിച്ച് സങ്കടം പറഞ്ഞ ആളാണ് നിങ്ങളുടെ ഈ വീര സവർക്കർ. അപ്പം ചരിത്രത്തിൽ സവർക്കറെ വീരനാക്കാനോ സവർക്കറെ ദേശീയവാദിയാക്കാനോ ഒന്നുമില്ല. മറ്റൊരു വിഷയം, അദ്ദേഹം മാപ്പപേക്ഷയിൽ എഴുതിയ വാചകങ്ങൾ തന്നെയാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയെ അല്ലെങ്കിൽ ഗവർണറെ ഒക്കെ തന്നെ സർ എന്ന് വിളിക്കുന്നതിനൊന്നും ഞങ്ങളാരും കുറ്റപ്പെടുത്തിയിട്ടില്ല. അതൊരു ഔദ്യോഗിക ഭാഷയാണ്. അതിലൊന്നും ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം എന്താണ്? ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഇദ്ദേഹം എന്താണ്? ഞാൻ ബ്രിട്ടീഷുകാർക്കെതിരായി പ്രവർത്തിക്കില്ല, ഞാൻ സായുധ സമരം ഉപേക്ഷിച്ചു, ഞാൻ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒരു തരത്തിലുള്ള നീക്കുവരി നടത്തില്ല, എനിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സ്തുതിക്കാനും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ശാശ്വതീകരിച്ച് നിർത്താനും ആവശ്യമായ പ്രവർത്തനം നടത്താൻ എന്നെ പുറത്തു വിടണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പുറത്തുപോയി രത്നഗിരി ജില്ലയിൽ താമസിക്കുമ്പോൾ കൃഷ്ണദാസേ, ഈ സവർക്കർ അന്നത്തെ രത്നഗിരി ജില്ലാ കലക്ടർക്ക് എഴുതിയൊരു കത്തുണ്ട്. ആ കത്തിൽ എന്താണെന്നോ പറഞ്ഞത്? സെല്ലുലാർ ജയിലിൽ നിന്ന് എന്നെ പുറത്തു വിടുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ഉണ്ടായ ധാരണയനുസരിച്ച് പുറത്തു വന്ന് പ്രവർത്തിക്കുന്ന എനിക്ക് അലവൻസ് തരണമെന്നാണ്. ആ കത്ത് പരിഗണിച്ച് എല്ലാ മാസവും ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തെ അസ്ഥിരീകരിക്കുന്ന രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഒറ്റ കാശ് വാങ്ങിച്ച ആളാണ് ഈ സവർക്കർ. ആ ഒറ്റ കാശ് വാങ്ങിച്ച സവർക്കറെ ന്യായീകരിക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായിരിക്കുന്നു എന്നത് നിങ്ങളുടെ അപകടകരമായ ഈ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ്. ആ പ്രത്യയശാസ്ത്രം ഫാസിസമാണ്. പ്രധാനമന്ത്രി ഇന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ന്യായീകരിച്ച RSS ഉണ്ടല്ലോ, ഫാസിസത്തിന്റെ ഇന്ത്യൻ കാലാൾപ്പടയാണ്. ആ രണ്ട് സംഘടനയും, അതിൽ നരേന്ദ്രമോദി അതിൽ അംഗമായതുകൊണ്ട്, ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിൽ അംഗമായതുകൊണ്ട് RSS ന്യായീകരിക്കപ്പെടില്ല. ധാർമ്മികമായി ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് സംസാരിക്കാനോ അതിൻ്റെ ഭാഗമാകാനോ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് സംസാരിക്കാനോ ഒരവകാശവുമില്ലാത്ത ഏക സംഘടനയാണ് RSS. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ മതരാഷ്ട്രവാദം ഉയർത്തിയ മുസ്ലിം ലീഗ് പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കൃഷ്ണദാസെ. എന്നാൽ മതരാഷ്ട്രവാദം ഉയർത്തിയ നിങ്ങളുടെ സംഘടന ഹിന്ദു മഹാസഭയും RSSും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരം കോൺഗ്രസ് നടത്തുന്നത് മുസ്ലിങ്ങൾക്കെതിരായി സമരം ചെയ്യേണ്ട ഇന്ത്യക്കാരുടെ ശക്തിയെ ചോർത്തിക്കളയാനാണെന്ന് ആക്ഷേപം പറഞ്ഞ ആളാണ് ഗോൾവാൾക്കർ. ഗോൾവാൾക്കറുടെ വിചാരധാര നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ വിചാരധാരയിൽ ഗോൾവാൾക്കർ എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? ഇതെല്ലാം നന്നായി അറിയുന്ന ആളാണ് കൃഷ്ണദാസ്. അറിയാഞ്ഞിട്ടല്ല, ആപൽക്കരമായ ഒരു പ്രത്യയശാസ്ത്രത്തെ മുഖമൂടിയടിയിട്ട് ഇത് ഗാന്ധിയുടെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഒക്കെ പ്രസ്ഥാനമാണ്. എന്താ നിങ്ങൾ നെഹ്റുവിനെ മാറ്റിയത്? നിങ്ങൾ ഗാന്ധിക്ക് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിക്കുക മാത്രമല്ല, നെഹ്റുവിനെ നിരാകരിച്ചു. നെഹ്റു ആധുനികമായ ഒരു രാഷ്ട്രമെന്ന ആശയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കമാക്കി മാറ്റുന്നതിൽ അംബേദ്കർക്കൊപ്പം ധീരമായ നിലപാടെടുത്താണ്. കോൺഗ്രസിലെ തന്നെ നിങ്ങളാളുകളെ, കോൺഗ്രസിലെ തന്നെ ഹിന്ദുത്വവാദികളെ നേരിട്ട് കൊണ്ടും പ്രതിരോധിച്ചുകൊണ്ടുമാണ് നെഹ്റു ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് നേഷൻ എന്ന സങ്കല്പം, ഒരു ആധുനിക ഇന്ത്യ എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് നെഹ്റുവിനോട് വെറുപ്പാണ്. നിങ്ങൾ ഗാന്ധിയെ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഗാന്ധിയെ കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയ അപകട. അടുത്ത സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധി ഉണ്ടാവില്ല, സവർക്കറും ഗോഡ്സെ ആയിരിക്കും വരിക. ഇപ്പോൾ സവർക്കറേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊരു അപകടകരമായ ഒരു പ്രവണതയാണ്. ഈ പ്രവണതയെ ഇന്ത്യയിലെ ദേശാഭിമാനികളായ ജനാധിപത്യവാദികളായ ഇന്ത്യയുടെ ചരിത്ര അറിയാവുന്ന എല്ലാ ആളുകളും ഒന്നിച്ചിന്ന് പ്രതിരോധിക്കണം. ഇത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. ഇപ്പോൾ ചരിത്രത്തിൽ തെറ്റുകൾ പറ്റാം. ആ തെറ്റ് ഏറ്റുപറയുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്നതൊരു തെറ്റാണ്. ആ തെറ്റ് നിങ്ങൾ ജനങ്ങളോട് എന്താ ഏറ്റുപറയാത്തത്? നിങ്ങളുടെ ശാഖകളിൽ ഇപ്പോഴും എന്താണ്? സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ശക്തിയെ ചോർത്തിക്കളഞ്ഞ
അപകടകരമായ ഒരു ഗാന്ധിയൻ നിലപാടായിരുന്നു എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കുഞ്ഞാലി മരക്കാരെ ദേശീയ നേതാവായി അംഗീകരിക്കുമോ? ദേശീയ പുരുഷനായി അംഗീകരിക്കുമോ? നിത്യചൈതന്യ യതി തന്നെ അയാൾ RSന്റെ ശാഖയിൽ കുട്ടിക്കാലത്ത് പോയ ആളാണ്. താൻ ശാഖയിൽ നിന്ന് വിട്ടുപോരേണ്ടി വന്ന കഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ശാഖയിൽ കുട്ടികളോട് ഇന്ത്യയുടെ ദേശീയ പുരുഷന്മാരെ പേര് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ പേര് പറയുന്ന കൂട്ടത്തിൽ നിത്യചൈതന്യ യതി കുഞ്ഞാലി മരക്കാരുടെ പേര് പറഞ്ഞു. കുഞ്ഞാലി മരക്കാരെ പോലെ ധീരനായ മറ്റേത് ദേശീയ പുരുഷനാണ് നമുക്കുള്ളത്? അപ്പോൾ കുഞ്ഞാലി മരക്കാർ ദേശീയ പുരുഷനല്ല. എന്താ കാര്യം? അയാൾ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഹിന്ദുക്കൾ മാത്രമേ ദേശീയ പുരുഷന്മാരും. അപ്പോൾ നിങ്ങളുടെ ദേശീയ പുരുഷത്വം, നിങ്ങളുടെ ദേശീയത എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധതയിൽ അധിഷ്ഠിതമാണ്, അല്ലാതെ സാമ്പ്രായത്വ വിരുദ്ധതയിൽ അധിഷ്ഠിതയല്ല. ഇന്ത്യയുടെ ഈ ആഗസ്റ്റ് 15 200 വർഷക്കാലം നീണ്ടുന്ന പ്ലാസി യുദ്ധത്തിന് ശേഷം 1947 വരെയുള്ള 200 വർഷക്കാലം നീണ്ടുനിന്ന ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയ സമരത്തിൻ്റെ, കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു ചരിത്രഘട്ടത്തെ സൂചിപ്പിക്കുന്ന ദിനമാണ്. ആ സുദിനം സവർക്കറെ പോലെ ആ സമരത്തെ വഞ്ചിച്ച ഒരാളുടെ ഫോട്ടോ വെച്ചാണ് നിങ്ങൾ സന്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനാണ് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടത്. ശ്രീ ജയചന്ദ്രൻ, ഒരുപക്ഷെ നമുക്കറിയാം ഇന്ന് ഈ സവർക്കറെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഉയർത്തിക്കൊണ്ടുള്ള ചിത്രത്തോടൊപ്പം നമ്മളൊരു ചിത്രം കൂടി നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. ഒരു ഇടക്കാലത്ത് വെച്ച് ഈ സർദാർ വല്ലഭായ് പട്ടേലാണ് വലിയ ധീരദേശാഭിമാനി എന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ഉയർത്തിക്കൊണ്ടുവന്ന് 3000 കോടിയുടെ പ്രതിമയൊക്കെ ഗുജറാത്തിൽ സ്ഥാപിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. വഴിക്കിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ വഴിക്കിട്ടു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നെഹ്റുവിനെ ഒഴിവാക്കിയതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ സർദാർ വല്ലഭായ് പട്ടേലിനെ കൂടി ഇപ്പോൾ ഈ ഒഴിവാക്കിക്കൊണ്ട് വീർ സവർക്കർ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്താകാം? ജയചന്ദ്രൻ, അല്ല, അതിൻ്റെ അടിസ്ഥാന പ്രശ്നം സിജു മറ്റൊന്നുമല്ല. ഈ നമ്മൾ പൊതുവെ ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല, ശ്രീ കൃഷ്ണദാസ് പറയുന്നത് പോലെയല്ല, ചരിത്രത്തിൽ എവിടെയും RSSൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഫ്രീഡം മൂവ്മെൻറ്റിൽ എവിടെയും കാണുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതലുള്ള കാര്യങ്ങളിൽ പല നാട്ടുരാജ്യങ്ങളിലായി ചിതറിക്കിടന്ന സമരങ്ങളുടെ അതേപ്പറ്റിയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നതിന് ശേഷം തുടങ്ങുന്ന ഒരു സമര പരമ്പരയും ഒക്കെ ഉണ്ടല്ലോ. ഏതാണ്ട് 1919 മുതൽ തുടങ്ങുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന് ശേഷമാണല്ലോ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഘട്ടങ്ങളിലേക്കൊക്കെ മാറുന്നത്. എത്രയോ ഘട്ടങ്ങളിലായി. അതിനു മുമ്പ് നടന്നിട്ടില്ല എന്നല്ല അർത്ഥമാക്കുന്നത്. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നിർണായകമായ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് 1915 ശേഷം ഉള്ള നിരവധി തുടർച്ചയായ മാസ് മൂവ്മെൻറ്റുകളുണ്ട്. ഈ മാസ് മൂവ്മെൻറ്റുകളിൽ എവിടെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തകരോ നേതാക്കളോ സംഘടന തന്നെയോ ഇൻവോൾവ് ചെയ്തിരിക്കുന്നുള്ളത് നമ്മളാരും വായിച്ചിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അത് അദ്ദേഹത്തിന് പറയാനും കഴിയുന്നില്ല. ശ്രീ കൃഷ്ണദാസിന് പറയാനും കഴിയില്ല. കാര്യം അങ്ങനെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം ഈ നാഷണൽ ഫിഗേഴ്സിനെ, ദേശീയ നേതാക്കളായി വരുന്ന ദേശീയ ബിംബങ്ങളെ അവർ തന്ത്രപരമായി കവർന്നെടുക്കുന്നത്. തന്ത്രപരമായി കവരുന്നതിൻ്റെ ഭാഗമാണ് താങ്കൾ ചോദിച്ച സർദാർ പട്ടേലിൻ്റെ പ്രശ്നം. സർദാർ പട്ടേൽ ആരായിരുന്നു? RSSനെ ആദ്യം നിരോധിക്കുന്ന ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? പട്ടേലല്ലേ? ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. നമ്മളായിട്ട് പുതിയൊരു ചരിത്രം നിർമ്മിക്കാൻ ശ്രമിച്ചാൽ കഴിയില്ല, നടക്കില്ല. അവിടെയാണ് സർദാർ പട്ടേൽ ഈ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായിട്ട് അവതരിപ്പിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒറ്റ കാര്യം കൂടെ എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത് സിജു, ഇവിടെ കേട്ടി തന്നെ ആദ്യം സൂചിപ്പിച്ച ഒരു സംഗതി തന്നെയാണ് ജെ.എൽ. കപൂർ കമ്മീഷൻ്റെ ഒരു പ്രശ്നം. ജെ.എൽ. കപൂർ കമ്മീഷൻ നിശ്ചയിക്കപ്പെടുന്നത് 1966 1966 മുതൽ 69 വരെയാണ് ആ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ആ കമ്മീഷൻ്റെ കണ്ടെത്തൽ വെറുതെ എവിടെന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരികയല്ല. സവർക്കറുടെ മഹാത്മാഗാന്ധി വധത്തിൽ സവർക്കറുടെ പങ്ക് സുവ്യക്തമായി തെളിയിക്കുന്ന പങ്കുകളാണ് കപൂർ കമ്മീഷൻ റിപ്പോർട്ടിൽ 3 വർഷത്തെ പ്രവർത്തനത്തിലൂടെ പുറത്തു വരുന്നത്. പബ്ലിക് ഡൊമൈനിൽ നമുക്ക് ലഭ്യമാണ് ആ സംഗതി. അതിൽ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകൻ ഈ സവർക്കറുടെ അംഗരക്ഷകൻ, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി, ഇവർ രണ്ടുപേരുടെ മൊഴികളാണ് പ്രധാനമായി ആധാരമാക്കി എടുത്താണ് കൊണ്ടുവരുന്നത്. ഇവരുടെ മൊഴികൾ ഉണ്ടായിരുന്നു. 1948 ഗാന്ധിവാദത്തിന് ശേഷം ഇവരുടെ മൊഴികൾ ഉണ്ടായിരുന്നു. പക്ഷേ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഈ സാക്ഷിമൊഴികൾ വന്നില്ല. പിന്നീടാണ് റീ എക്സാമിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് 66.
ആ റീ എക്സാമിൻ ചെയ്യുമ്പോഴാണ് ഇവരുടെ രണ്ടുപേരുടെയും മൊഴികൾ കൃത്യമായി പരിശോധിച്ച് കപൂർ കമ്മീഷൻ അത് വിലയിരുത്തി കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. അപ്പോഴാണ് സവർക്കറുടെ പങ്ക് സുവ്യക്തമായി വരുന്നത്. ഈ ഗാന്ധിജി കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് 4 പ്രാവശ്യം, 1-2 തവണയല്ല, 4 പ്രാവശ്യം കൃത്യമായി സവർക്കറുടെ മുംബൈയിൽ, അന്നത്തെ ബോംബെയിലെ വസതിയിൽ രാവിലെയും രാത്രിയുമായി യോഗം ചേരുകയാണ്. ഗോഡ്സെയും നാരായണാപ്തയുമാണ് 2 ഘട്ടങ്ങളിലും ഉള്ളത്. ഇതൊക്കെ വ്യക്തമായി വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു വ്യക്തിത്വം, അത് ഗാന്ധിജിയെ വധിക്കാൻ, കൊലപ്പെടുത്താൻ അവരെ ആശീർവദിച്ച് വിടുന്നതിൻ്റെ വാചകം കൂടി കപൂർ കമ്മീഷൻ പറയുന്നുണ്ട്. നിങ്ങൾ വിജയിച്ചു വരൂ, വിജയിച്ചാണ് നിങ്ങൾ മടങ്ങേണ്ടത് എന്ന് തന്നെ പറഞ്ഞ് അനുഗ്രഹിച്ച് വിടുന്ന ആ വാക്കുവരെ കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുകയാണ്. അത്രയും സവർക്കർ എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് ഓടിച്ച് വായിച്ചാൽ തന്നെ മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹത്തെയാണ് ഈ ഗാന്ധിജിയുടെ ചിത്രത്തിന് മുകളിലായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗാന്ധിജിയെക്കാളും വലിയ ബിംബമായി അവതരിപ്പിക്കാനുള്ള വളരെ നിഗൂഢമായ രാഷ്ട്രീയ പദ്ധതിയായി തന്നെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രാലയം ഇത് സംബന്ധിച്ച് മുമ്പോട്ട് വരുന്നത് എന്ന് പറയാം. മറ്റൊരു കാര്യം കൂടെ അവിടെ വരുന്നത് എന്താണെന്നറിയാമോ? ഈ നമ്മൾ പാർലമെൻ്ററി ഡെമോക്രസി, ജനാധിപത്യ ഭരണ വ്യവസ്ഥയെ അംഗീകരിച്ച രാഷ്ട്രമാണ് ഇന്ത്യ. ഭരണമാണ് പാർലമെൻ്ററി ഡെമോക്രസി. ആ പാർലമെൻ്ററി ഡെമോക്രസിക്കൊക്കെ മുകളിലാണ് തങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും എന്നൊരു പ്രധാനമന്ത്രി ഇന്ന് ചെങ്കോട്ടയിൽ നിന്ന് പറയുന്നതിൻ്റെ നേർസാക്ഷ്യമാണ് RSSൻ്റെ 100 വർഷത്തെ ചരിത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്ത്യക്കാരെയും ഇന്ത്യക്ക് പുറത്തുള്ളവരെ ഉത്ബോധിപ്പിക്കാൻ ശ്രമിച്ചത്. അവർക്കങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടില്ലെന്നും ഞാൻ പറയില്ല. താങ്കൾ പറഞ്ഞ സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. ഒരുപക്ഷെ ശ്രീ ജയചന്ദ്രൻ, താങ്കൾ പറഞ്ഞത് KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ പി കൃഷ്ണദാസിൻ്റെ മുകളിൽ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ശ്രീ ജയചന്ദ്രൻ, പാർലമെൻ്ററി ജനാധിപത്യം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആ രാഷ്ട്രപതിയെ പങ്കെടുപ്പിക്കാതിരുന്നത്, പുതിയ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ശ്രീ കൃഷ്ണദാസ്, നിലവിൽ ഇപ്പോഴും ആ ചോദ്യം അങ്ങനെ തന്നെ പ്രസക്തമായി തന്നെ നിൽക്കുകയാണ്. ഈ നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ എന്ത് യോഗ്യതയാണ് ഈ സവർക്കർക്കുള്ളത്? നിങ്ങൾ എന്തിനാണ് ഈ സവർക്കറെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ നെഹ്റുവിനെ നിങ്ങൾ ഉയർത്തിക്കാട്ടിയില്ല? നിങ്ങൾ ഇത്ര നേരം ഉയർത്തിക്കൊണ്ട് പറഞ്ഞ സർദാർ വല്ലഭായ് പട്ടേൽ എവിടെ? ആ നെഹ്റുവിനെ നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നില്ലേ? നെഹ്റു ഈ സവർക്കറേക്കാൾ തരം താഴ്ന്നയാളാണോ? ശ്രീ സജു, ഞാൻ ശ്രീ കുഞ്ഞിക്കണ്ണനോട് ആവർത്തിച്ച് ചോദിച്ചതൊരു ചോദ്യം, അദ്ദേഹത്തിന്റെ സമയത്ത് ഞാൻ പിന്നെ ഇടപെടാതിരുന്നുകൊണ്ടാണ്, അത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യത്തിലെ ഒറ്റ കാര്യം ഞാനൊന്ന് വായിക്കാം. 14/11/1913 സവർക്കർ ഒരു കത്തെഴുതി എന്നുള്ളത് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ കത്തുകളുടെയും തുടക്കം ഇതുപോലെ തന്നെയാണ്. I beg to submit the following points for your kind consideration. ഇതാ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്. ഒരു കത്ത് എഴുതാൻ തുടങ്ങുമ്പോൾ പറയുന്ന, ആലങ്കാരികമായി പറയുന്ന ഒരു ഭംഗിവാചകത്തെ, അതല്ലെങ്കിൽ ഒരു അഭിസംബോധന വാചകത്തെ എടുത്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. പിന്നെ ജയിലിൽ 28 വർഷക്കാലം കിടക്കുന്ന ഒരു മനുഷ്യൻ, 2 ജീവപര്യന്തത്തിന് 50 വർഷക്കാലത്തേക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ, ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ്, പുറത്തു വന്ന് വീണ്ടും സമരം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, അദ്ദേഹം എഴുതുന്ന കത്തുകളെ കുറിച്ചല്ലേ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ശ്രീ കുഞ്ഞിക്കണ്ണനോടും ശ്രീ ജയചന്ദ്രനോടും ശ്രീ സജീവനോടും, നിങ്ങൾ 3 പേരും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്ന ആളുകളാണല്ലോ. ശ്രീ കുഞ്ഞിക്കണ്ണൻ, അങ്ങൊരു പ്രസ്ഥാനത്തിന് നേതാവ് കൂടിയാണല്ലോ. വലിയ തരത്തിലുള്ള പ്രേമമാണല്ലോ അങ്ങക്ക് ഈ ഹിന്ദുത്വ വിരുദ്ധ സംവിധാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്, BJP എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഞാൻ അങ്ങയോട് 2 കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കേരളത്തിലും ത്രിപുരയിലും ബംഗാളിൽ 33 വർഷം തുടർച്ചയായും, കേരളത്തിൽ പല ഘട്ടങ്ങളിലായും, ത്രിപുരയിലും വർഷങ്ങളോളം നിങ്ങൾ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും ഹിന്ദു അല്ലാത്ത ഒരാളെ നിങ്ങൾ മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ടോ ശ്രീ കുഞ്ഞിക്കണ്ണൻ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ? ശ്രീ കൃഷ്ണദാസ്, നമുക്ക് സമയം വരുന്നതിന് താങ്കൾ ചോദിച്ച ചോദ്യം അല്ല, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് KT കുഞ്ഞിക്കണ്ണൻ സമയമില്ല. ശ്രീ കൃഷ്ണദാസ്, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾക്ക് മറുപടി പറയാം. ചോദ്യമാണ്, താങ്കൾ ഒരു ഹിന്ദുവിനെ താങ്കളുടെ പാർട്ടി മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. അല്ല, താങ്കൾ ചോദിച്ചു, സമയപരിമിതി ഉണ്ട് ശ്രീ കൃഷ്ണദാസ്. KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾക്ക് അല്ല, താങ്കൾ ചോദിച്ചു പറയാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കുഞ്ഞിക്കണ്ണൻ അതിന് ഉത്തരം പറയണമെന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം ബുദ്ധിമുട്ടും. ഞാൻ ഒരു കാര്യം, അദ്ദേഹമല്ലേ പറയേണ്ടത്? ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹം പറയണ്ടേ. താങ്കൾ അങ്ങനെ നിൽക്കും, താങ്കൾ അങ്ങനെ അത് കണക്കിലെടുക്കും. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾക്ക് മറുപടി പറയാം. സമയപരിമിതി ഉണ്ട് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾക്ക് പറയാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾക്ക് പറയാം.
ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഭരണാധികാരികളെയോ പാർട്ടി നേതാക്കളെയോ തെരഞ്ഞെടുക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നിലക്കല്ല. ഞങ്ങൾ തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെയാണ്. ഞങ്ങൾ പാർട്ടിയുടെ ഉത്തരവാദിത്വവും ഭരണത്തിന്റെ ഉത്തരവാദിത്വവും ഒക്കെ ഏൽപ്പിക്കുന്നത്. അത് മുസ്ലിങ്ങളുമാകാം, ക്രിസ്ത്യാനികളുമാകാം, ഹിന്ദുക്കളുമാകാം. മതാധിഷ്ഠാനത്തിലല്ല രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങൾ അല്ല, ചോദ്യം അദ്ദേഹം ചോദിച്ച ചോദ്യം കെ ടി കുഞ്ഞിക്കണ്ണൻ താങ്കൾ പറഞ്ഞു, താങ്കളുടെ പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോയിലേക്കുണ്ടോ മുഖ്യമന്ത്രി ഹിന്ദു അല്ലാത്ത ആളെ മുഖ്യമന്ത്രിയാക്കി? താങ്കൾക്ക് മറുപടി പറയാം. താങ്കൾ പറഞ്ഞു വന്നത് വളരെ കൃത്യമാണ്. പറയാം. സി കൃഷ്ണ, താങ്കൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് മറുപടി പറയണ്ടേ കെ ടി കുഞ്ഞിക്കണ്ണനെ? താങ്കൾ ചോദിച്ചതിന് ചോദ്യത്തിന് മറുപടി പറയണ്ടേ കെ ടി കുഞ്ഞിക്കണ്ണന്? അതെന്ത് ന്യായമാണിത്? സി കെ ടി കുഞ്ഞിക്കണ്ണൻ താങ്കൾക്ക് പറയാം. ചോദ്യമാണ്, കറക്റ്റാണ്, പറഞ്ഞോളൂ. ചോദ്യങ്ങൾ ചോദിച്ചല്ലോ താങ്കൾ. സി കൃഷ്ണ, താങ്കൾ ചോദിച്ചല്ലോ. കൃഷ്ണദാസേ, അതിന് ഉത്തരം പറഞ്ഞോട്ടെ കൃഷ്ണദാസേ, താങ്കൾ മിണ്ടാതിരിക്കുമോ? ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ്സുകാരും സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. 1940 മുതൽ 47 വരെ ഇന്ത്യൻ ജയിലിലുണ്ടായിരുന്ന 1,26,000 രാഷ്ട്രീയ തടവുകാരിൽ 26,000-ഓളം ആളുകൾ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരാണ്. ഈ മലബാറിൽ, ഞാൻ കോഴിക്കോട് നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൃഷ്ണദാസെ, ഈ മലബാറിൽ ഐതിഹാസികമായ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നപ്പോൾ ആ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയ ആളുകളുടെ ലിസ്റ്റ് അന്നത്തെ KPCC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്തത് മലബാർ DCC ആണ്. ആ ലിസ്റ്റിൽ പറയുന്നത് അന്ന് 686 ആളുകൾ മലബാറിൽ നിന്ന് ജയിലിൽ പോയി. അതിൽ 300 ആളുകളും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഞങ്ങൾ പങ്കെടുത്തൊരു സമരമല്ല. പക്ഷേ ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും യാർവാദ സെൻട്രൽ ജയിലിൽ മഹാത്മജി നിരാഹാരം തുടങ്ങുകയും ചെയ്തപ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് PC ജോഷി രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു, മഹാത്മാവിൻ്റെ ജീവൻ കൊണ്ട് പന്താടാൻ ബ്രിട്ടീഷ് ഭരണത്തെ അനുവദിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഈ രാജ്യത്താകെ പ്രതിഷേധം ഉയർന്നു വന്നത്. ആ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കുറ്റത്തിന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ അനുകൂലിക്കുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് ഈ മലബാറിൽ നിന്ന് 300 കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിട്ടുണ്ട്. വർഷങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. അന്നത്തെ KPCC ആ ലിസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ മലബാർ DCC കൊടുത്ത ലിസ്റ്റിൽ ഈ മലബാറിൽ നിന്ന് മാത്രം 656 പേരിൽ 300 പേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ബാക്കി സോഷ്യലിസ്റ്റുകളും നാമമാത്ര കോൺഗ്രസ്സുകാരുമായിരുന്നു. ഇത് ചരിത്രമാണ് കൃഷ്ണദാസേ. നിങ്ങൾക്കിങ്ങനെ ഒരു ചരിത്രം പറയാനുണ്ടോ? നിങ്ങളുടെ ആര് ജയിലുണ്ടായിരുന്നു? ഏത് RSSകാരൻ ജയിലുണ്ടായിരുന്നു? ഏത് ഹിന്ദു മഹാസഭക്കാരൻ ജയിലുണ്ടായിരുന്നു? ജയിലുണ്ടായിരുന്നില്ല. നിങ്ങൾ ജയിലിൽ പോകാൻ തയ്യാറായില്ല. നിങ്ങൾ അന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ലെന്നാണ്. 1947 ആഗസ്റ്റ് മാസം ആദ്യം പഞ്ചാബിലെ പക്വാരയിൽ നടന്ന RSSന്റെ ഒരു ദേശീയ OTC ക്യാമ്പിൽ ഗുരുജി പങ്കെടുക്കുന്നുണ്ട്, ഗോൾവാൾക്കർ. ആ OTC ക്യാമ്പിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു, അധികാര കൈമാറ്റത്തിന് നടപടികൾ പൂർത്തീകരിച്ചു, നെഹ്റുവും മുസ്ലിം ലീഗും ചേർന്ന് ഗവൺമെൻറ് ഉണ്ടാക്കുന്നു. എന്താവും ഗുരുജി? അങ്ങനെ ഒരു ഗവൺമെൻറ് വന്നാൽ ആ ഗവൺമെൻറ് കീഴിൽ സംഘത്തിൻ്റെ പ്രവർത്തനമെന്ന് സംഘം പ്രവർത്തകർ, അവിടെ ഉണ്ടായിരുന്ന പ്രചാരകുമാർ ഗുരുജിയോട് ചോദിച്ചപ്പോൾ ആ OTC ക്യാമ്പിലുണ്ടായിരുന്ന ദേശരാജ് ഗോയൽ, അദ്ദേഹം അനുഭവസാക്ഷിയാണ്. അദ്ദേഹം പിന്നീട് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പുസ്തകത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ദേശരാജ് ഗോയൽ സാക്ഷ്യപ്പെടുത്തി പറയുന്നത്, ഗോൾവാൾക്കറോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഗോൾവാൾക്കർ ഉത്തരമില്ലാതെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഹാ എന്ന് ചിരിച്ചതിന് ശേഷം ആര് പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നാണ് സ്വയം സേവകരോട് ചോദിച്ചത്. അപ്പോൾ സ്വയം സേവകർ പറഞ്ഞു, അങ്ങ് യാഥാർത്ഥ്യത്തിലേക്ക് വരണം, രാജ്യം അധികാര കൈമാറ്റത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഗുരുജി നിർബന്ധമായ ഒരു ഉത്തരത്തിന് മറുപടിക്ക് നിർബന്ധിതമായപ്പോൾ ഗുരുജി പറഞ്ഞത്, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒരു ഗവൺമെൻറ് വന്നാൽ നമ്മൾ മറ്റേ പണി തന്നെ എടുക്കും. ഏതാ മറ്റേ പണി? ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ നടത്തിയ വർഗീയ ധ്രുവീകരണത്തിലൂടെ ഈ രാജ്യത്ത് താങ്കൾ പറഞ്ഞത് തന്നെയാണ്. ഒരുപക്ഷേ ആ മറുപടി സമയപരിമിതി മൂലം ഈ ചർച്ചകൾ അവസാനിപ്പിക്കേണ്ടി വരികയാണ്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ശ്രീ ജയചന്ദ്രൻ, ശ്രീ കൃഷ്ണദാസ്, ഒരുപക്ഷെ അന്ന് ഒരു കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു നിർത്തിയത് തന്നെയാണ്. അന്ന് തുടങ്ങിയ ആ മറ്റേ പണി എന്ന് പറയുന്ന ആ വിഭജന രാഷ്ട്രീയം, ആ അപര വിദ്വേഷം, അതുതന്നെയാണ് RSS, സംഘപരിവാർ, BJP ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയായിരുന്നു ഇന്നത്തെ ആ സവർക്കർ പ്രകീർത്തനം എന്ന് പറയുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്.